25 വയസ്സ് 30 വയസ്സിൽ ഹൃദ്രോഗം ഉണ്ടാകുന്ന വളരെ കുറവായിരുന്നു. എന്നാൽ ഇന്ന് ഒരാൾ ഹൃദ്രോഗമായിട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു അറ്റാക്കായിട്ട് വന്നു കഴിഞ്ഞാൽ, 25 വയസ്സിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ചോദിക്കും, നീ ലഹരി ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിക്കും. ആദ്യത്തെ കഞ്ചാവിന്റെ ആദ്യത്തെ പുകയിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ആളുകളെ കണ്ടിട്ടുള്ള ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ യുവാക്കൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നങ്ങളൊന്നാണ് ഹൃദ്രോഗം. അതിന്റെ റെലവൻസ് കൂടിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്നു. അതുമൂലം മരണം ഉൾപ്പെടെയുള്ള കാര്യം നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലഹരി, നമ്മുടെ യുവാക്കളുടെ ലഹരിയുടെ ഉപയോഗം. അതും ഹൃദ്രോഗത്തിലേക്ക് നയിക്കാറുണ്ട്. 10 ബെഡ് 5 ബെഡിലെങ്കിലും പേഷ്യൻസ് ഉണ്ടാവും. ബാക്കി 5 ബെഡുമായിട്ട് പോകുന്നു. ഒരു 70-80 അഡ്മിഷനാണ് ഒരു ഞായറാഴ്ച നമുക്ക് ഉണ്ടാകുന്നത്. സോ നിങ്ങൾക്കറിയാം, 5 ബെഡിൽ 70 പേരെ നോക്കുക എന്ന് പറയുമ്പോഴത്തേക്കും പ്രായോഗികമല്ല. മെഡിസിൻ വാർഡിന്റെ എല്ലായിടത്തും എല്ലാ കോർണറുകളിലും ഒക്കെ പേഷ്യൻസ് ആയിരിക്കും. ആ പേഷ്യൻസിനെ കാണും. സോ അതിനുശേഷം അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ മനസ്സിലായി. ഉദാഹരണത്തിന് പ്രായം കൂടുന്നതിനനുസരിച്ച് ഹൃദ്രോഗ സാധ്യത കൂടുതലാണ്. അത് നമുക്ക് യാതൊരു മാറ്റവും വരുത്താൻ സാധിക്കില്ല. രണ്ടാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ ലിംഗം, സെക്സ്. പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ കൂടുതൽ ഹൃദ്രോഗ സാധ്യതയുണ്ട്, മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ആ സാധ്യത നമുക്ക് കുറയ്ക്കാൻ പറ്റും. മൂന്നാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ജനറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ, പാരമ്പര്യം. ഇതിനാണ് നമുക്ക് യാതൊരു മാറ്റവും വരുത്താൻ പ്രധാനമായിട്ടും പറ്റാത്തത്. Hi, welcome to MedVentures. I am your host, Dr. Vivek Vincent. Innate nammade guest is a very important personality in the field of medicine, that is a cardiologist. And I welcome Dr. Joe Joseph to MedVentures. Thank you, Dr. Vivek. Sir, cardiology ennu paranja oru branch, oru very unique and very at present one of the most sought after profession aanu. എങ്ങനെയാണ് സർ ഒരു കാർഡിയോളജിസ്റ്റിലേക്കുള്ള ഒരു ജേർണി എങ്ങനെയാണ് സംഭവിച്ചത്? ജേർണി എങ്ങനെയാണ് ആരംഭിച്ചത് നോക്കുമ്പോഴത്തേക്കും, ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി പഠനകാലം 94-96 ഞാൻ കോട്ടയം ജില്ലയുടെ കിഴക്ക് ഭാഗത്തു നിന്നുള്ളൊരു ചെറിയ വില്ലേജിൽ നിന്നാണ് എൻ്റെ വരുന്നത്. പഠനകാലത്ത് അത്യാവശ്യം നന്നായിട്ട് പഠിക്കുമായിരുന്നു. സോ ആ കാലഘട്ടത്തിൽ 94-96 വേറെ കാര്യമായിട്ട് ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. പഠിക്കുന്നത് കൊണ്ട് തന്നെ മെഡിസിൻ എടുക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്ന്. ഫസ്റ്റ് ചാൻസിൽ തന്നെ എനിക്ക് MBBS കിട്ടി. MBBS കിട്ടി കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. 96-2001 കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇന്ന പ്രൊഫഷനിലോട്ട് പോകണം, അല്ലെങ്കിൽ ഇന്ന സ്പെഷ്യാലിറ്റിയിലോട്ട് പോകണം, അല്ലെങ്കിൽ ഇന്ന സൂപ്പർ സ്പെഷ്യാലിറ്റിയിലോട്ട് പോകണം എന്ന് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു. മെഡിസിൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ ബ്രദറിന് ഒരു ഹൃദയ സംബന്ധമായ പ്രോബ്ലം ഉണ്ടായത്. ആ സമയത്താണ് അവനൊരു കൺജന്റൽ ഹാർട്ട് ഡിസീസും അതൊരു വാൽവിന്റെ ഒരു പ്രോബ്ലം ഒക്കെ ഡയഗ്നോസ് ചെയ്ത് അതിന്റെ ഭാഗമായി പിന്നീട് ധാരാളം ചികിത്സകളും അതുപോലെ ഫോളോ അപ്പും ആദ്യ കാലഘട്ടങ്ങളിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ ആയിരുന്നു. അതിനുശേഷം സബ്സിക്വന്റ് ശ്രീ ചിത്ര ഹോസ്പിറ്റലിലോട്ട് പോകേണ്ടി വന്നു. ചിത്ര ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് എല്ലാ 6 മാസം കൂടുമ്പോഴത്തേക്ക് വളരെ ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. ആ ഫോളോ അപ്പിന്റെ ഭാഗമായിട്ട് എല്ലാ 6 മാസം കൂടുമ്പോൾ ചിത്രയിൽ പോവുകയും അവിടെ ചിത്ര നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒരു കാർഡിയോളജി ന്യൂറോ സ്പെഷ്യാലിറ്റി മാത്രം സ്പെഷ്യലൈസ്ഡ് സെന്റർ ആണ്. തലേദിവസം തിരുവനന്തപുരത്ത് ചെല്ലും, രാവിലെ തന്നെ ചിത്രയിൽ പോകും. ചിത്രയിലെ പരിശോധനകളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കാണ് തിരിച്ചു വരുന്നത്. സോ ഈ ഒരു റുട്ടീൻ പ്രോസസ്സ്, വർഷങ്ങളായിട്ട് ഈ റുട്ടീൻ പ്രോസസ്സോടുകൂടി കാർഡിയോളജി കുറിച്ചൊരു ഭയങ്കര ആകാംക്ഷ തോന്നി. കാരണം അവിടെ പഠിക്കുന്ന ആളുകളെ കണ്ടു, അവരുമായിട്ട് പരിചയപ്പെടാൻ സാധിച്ചു. ഓരോ പ്രാവശ്യം പോകുമ്പോഴത്തേക്ക് ഡോക്ടർമാരെ കണ്ടു, അവര് ഓരോ പ്രശ്നത്തെ അനലൈസ് ചെയ്തതും ആ രോഗത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എനിക്കൊരു ആഗ്രഹം ഉണ്ടായി, ഞാൻ ഒരു കാർഡിയോളജിസ്റ്റ് ആകണമെന്നുള്ളത്. സോ ബേസിക്കലി MBBS തുടക്കത്തിൽ പ്രത്യേകിച്ച് ഇന്ന സ്പെഷ്യാലിറ്റി വേണമെന്നോ ഇന്ന സ്പെഷ്യലിസ്റ്റ് ആകണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരാള് ബ്രദറിന്റെ രോഗത്തിന്റെയും അതിന്റെ ചികിത്സയുടെ ഭാഗമായി ഒരു കാർഡിയോളജിസ്റ്റ് ആകുന്നതിനെ കുറിച്ച് ആലോചിച്ചു. അതാണ് ആദ്യ കാലഘട്ടത്തിൽ വന്നത്. പിന്നെ അറിയാമല്ലോ, കാർഡിയോളജിസ്റ്റ് ആകുക എന്ന് പറയുന്നത് ആദ്യം MBBS കഴിഞ്ഞു. MBBS കഴിഞ്ഞതിന് ശേഷം MD എടുത്തു. MD എടുക്കണം. MD എടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് DM സ്പെഷ്യലൈസേഷനിൽ പോകാൻ പറ്റുകയുള്ളൂ. MD വീണ്ടും അന്നത്തെ പോലെ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു എൻട്രൻസുകൾ എഴുതുക എന്നുള്ളത്. വീണ്ടും എൻട്രൻസ് എഴുതി
ഞാൻ ഞങ്ങളുടെ ബാച്ചിൽ ഏറ്റവും ആദ്യമായിട്ട് MD എൻട്രൻസ് കിട്ടിയ ഒരാളാണ്. തീർച്ചയായിട്ടും MD കിട്ടി. ഞാൻ എൻ്റെ MD കാലഘട്ടം ഒറീസയിലായിരുന്നു. അതായത് 2003 മുതൽ 2006 വരെ ആയിരുന്നു. MBBS ശേഷം ഒറീസയിലെ കട്ടക്ക് എന്ന സ്ഥലത്ത് വളരെ ദുർഘടകമായ ഒരു സ്ഥലമായിരുന്നു. എല്ലാ രീതിയിലും വളരെ ബുദ്ധിമുട്ടായിരുന്നു അവിടെ സർവൈവ് ചെയ്യാന്നുള്ളത്. ഭാഷാ പ്രശ്നം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഭാഷാ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് MD ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഭാഷ പഠിക്കേണ്ടതുണ്ട്. ഒരു 6-7 മാസം വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ സബ്സിക്വന്റ്ലി നമ്മുടെ ഫ്രണ്ട്സിന്റെ സഹായത്താലും കൂടെയുള്ള കൊളീഗ്സിന്റെ ഒക്കെ സഹായത്താൽ ഭാഷ പഠിക്കുകയും അവസാനമായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരേ പത്രമൊക്കെ വരെ വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഭാഷാ പ്രാവീണ്യം നേടാൻ സാധിക്കുകയും ചെയ്തു. സോ 2006 ഞാൻ അവിടുന്ന് MD കഴിഞ്ഞ് നാട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ കാർഡിയോളജി മോഹം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ വീണ്ടും എൻട്രൻസ് എഴുതേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവിടെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്ട്രഗ്ലിംഗ് ഫേസ് വന്നത്. കാരണം ഏകദേശം ഒരു 3 വർഷം എടുത്തു എനിക്ക് MDക്ക് ശേഷം DM കിട്ടുവാനായിട്ട്. എൻ്റെ കൂടെ പഠിച്ച ആളുകൾ പലപ്പോഴും എൻട്രൻസ് എക്സാമിന്റെ ഫൈനൽ ഇയർ എക്സാമിന്റെ DM കാർഡിയോളജിയുടെ ഫൈനൽ ഇയർ എക്സാം എഴുതുമ്പോൾ ഞാൻ എൻ്റെ DMന്റെ എൻട്രൻസുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പലപ്പോഴും തോന്നി ഇത് നിർത്തിയിട്ട് പോയാലോ എന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും പെർസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു. 3 വർഷത്തിന് ശേഷം ഏകദേശം 3 വർഷത്തിന് ശേഷം 2009 ഞാൻ DM കയറി. ഞാൻ DM കയറിയത് ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ 2009 DM ചെയ്തു. അതിനുശേഷം 2009 മുതൽ 2012 വരെ ഡൽഹിയിലായിരുന്നു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് DM കഴിഞ്ഞു. അതിനുശേഷം 2012 മുതൽ ഞാൻ എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിൽ കാർഡിയോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. സോ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. ആഗ്രഹം തുടങ്ങിയത് മേ ബി അറൌണ്ട് ഒരു 98 തുടങ്ങിയ ഒരു ആഗ്രഹം അതൊരു കാർഡിയോളജിസ്റ്റ് ആയിട്ട് പൂർത്തീകരിച്ചത് ഒരു 2012 ഇപ്പൊ സാർ ഇപ്പോ DM ചെയ്ത് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ഇന്ത്യ. ആ ടൈമിൽ വാസ് ഇറ്റ് എ വെരി ഡിഫിക്കൽട്ട് ടൈം ഓർ ഇങ്ങനെയാണ് എയിംസിലത്തെ ഒരു വർക്ക് ഡേ ഇൻ എയിംസ്? എയിംസ് ഞാനിപ്പോൾ പലപ്പോഴും പറയുന്നത് പോലെ എയിംസ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഒരു സീനിയർ റെസിഡന്റ് എന്ന നിലയിൽ, അതും കാർഡിയോളജി പോലുള്ള വളരെ തിരക്ക് പിടിച്ചുള്ള ഒരു സ്പെഷ്യാലിറ്റിയിൽ സീനിയർ റെസിഡന്റ് ആകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു 6 മാസം ഒരു അഡാപ്റ്റ് ചെയ്യാനുള്ള സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ട് 2 മേഖലകളാണ് നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് പീഡിയാട്രിക് കാർഡിയോളജിയും, 2 അഡൽട്ട് കാർഡിയോളജിയും അതിന്റെ ഭാഗമായിട്ടുള്ളത്. അതിനകത്ത് ഏറ്റവും ടഫസ്റ്റ് എന്ന് പറയുന്നത് പീഡിയാട്രിക് കാർഡിയോളജിയാണ്. കാരണം നമുക്കറിയാം നോർത്ത് ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ ഇപ്പോഴും ഒരു പീഡിയാട്രിക് കാർഡിയോളജി അധികം വളരെ പീഡിയാട്രിക് കാർഡിയോളജിക്ക് കാര്യമായിട്ടുള്ള ആശുപത്രികളില്ല, പ്രത്യേകിച്ച് ഗവൺമെന്റ് സെക്ടറിൽ. അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സ്ഥലത്തു നിന്നും ലൈക്ക് പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഡൽഹി, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, മധ്യപ്രദേശിന്റെ അപ്പർ പാർട്ട് ഓഫ് മധ്യപ്രദേശ്, ഇങ്ങനെ ധാരാളം ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കുട്ടികൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് എയിംസ്. അങ്ങനെയുള്ളപ്പോഴത്തേക്ക് ആദ്യമേ തന്നെ നമ്മൾ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ തന്നെ നല്ല തിരക്കായിരിക്കും. കുട്ടികൾക്ക് എന്താണ് രോഗമെന്ന് പോലും നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ സീനിയേഴ്സിന്റെ സഹായം തേടേണ്ട ആവശ്യമുണ്ട്. ഒരു എക്കോ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പല കാര്യങ്ങൾക്കൊണ്ട് സീനിയേഴ്സിന്റെ സഹായം തേടാറുണ്ട്. കാരണം നമ്മൾ തെറ്റായ ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും കുട്ടികളുടെ ജീവൻ അപകടത്തിലാകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ചില എമർജൻസി സർജറികൾ വേണ്ടതുണ്ട്. ആ ഡിസിഷൻസ് നമ്മളാണ് എടുക്കേണ്ടത്. രോഗം കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യേണ്ടത് അത് നമ്മളാണ് എടുക്കേണ്ടത്. പ്രത്യേകിച്ച് എക്കോ കാർഡിയോഗ്രാം പോലുള്ള പരിശോധന ചെയ്താൽ മാത്രമേ രോഗം ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിനുള്ള എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോബാണ് പലപ്പോഴും എയിംസിലെ ആദ്യത്തെ ഒരു 6 മാസം. അതുപോലെ തന്നെ ബെഡിന്റെ പ്രശ്നം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ധാരാളം രോഗികൾ ഇന്ത്യയുടെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വരുന്നു. അങ്ങനെയുള്ളപ്പം അവർക്ക് വേണ്ടി ബെഡ് ക്രിയേറ്റ് ചെയ്യുക, അവരെ അഡ്മിറ്റ് ചെയ്യുക, അവരുടെ ഓരോ ദിവസവും ഉള്ള കാര്യങ്ങൾ നോക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. പക്ഷേ നമുക്ക് കിട്ടുന്നൊരു ഫോർമേഷൻ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കാരണം വിവിധങ്ങളായ രോഗങ്ങളെ കുറിച്ച് നമ്മുടെ ഒരു വൈദ്യശാസ്ത്രത്തിൽ ബുക്കുകളിൽ പഠിക്കുന്ന എല്ലാ രോഗങ്ങളെ കുറിച്ചും കാണുകയും അവ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ നമ്മളൊപ്പം, നമ്മുടെ കൊളീഗ്സ് എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ. കാരണം കഠിനമായിട്ടുള്ള എൻട്രൻസ് കൊടുക്കുക എഴുതി വന്ന് നമ്മളൊപ്പം പഠിക്കുന്നവരാണ്. സോ അവരുടെ നിന്ന് കിട്ടുന്ന ഒരു അനുഭവം. മൂന്നാമത്തേത് എന്ന് പറയുമ്പോഴത്തേക്ക് ലോകോത്തര നിലവാരത്തിലുള്ള ടീച്ചേഴ്സ് ആൻഡ് ഫെസിലിറ്റീസ് ആണ് നമുക്ക് അവിടെ ഉള്ളത്. സോ എല്ലാ വിധത്തിലും നമ്മുടെ പ്രൊഫഷനെ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സ്ഥലമാണ് എയിംസ്. എന്നെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഒരു മെഡിക്കൽ പ്രൊഫഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഞാൻ എയിംസിൽ ചെലവഴിച്ച ഒരു 2009 മുതൽ 2012 വരെയുള്ള നമ്മുടെ ഒരു കാലഘട്ടമാണ്. അത് നമ്മുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യും, നമ്മുടെ ഔട്ട്ലുക്ക് ചേഞ്ച് ചെയ്യും, നമ്മുടെ സ്പെഷ്യാലിറ്റി മാത്രമല്ല മറ്റു ജീവിതത്തിന്റെ ഔട്ട്ലുക്കിനെ മറിക്കുന്ന രീതിയിലുള്ള ഒരു ഫോർമേഷനാണ് പലപ്പോഴും എയിംസിൽ നിന്ന് കിട്ടാറുള്ളത്. ഇപ്പൊ സാറ് പറഞ്ഞു ഈ ഫസ്റ്റ് 6 months were very difficult for you. എനി ടൈം ഈ 3 years സാറിന് തോന്നിയോ ഇത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണെന്ന്, വിട്ടാലോ? അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ വിട്ടാലോ എന്ന് ആലോചിച്ചിട്ടില്ല എന്ന് തന്നെ പറയും. പക്ഷെ പലപ്പോഴും ഇത്രമാത്രം ഇതിലൊരു കടന്നു പോകണോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. കാരണം തീർച്ചയായിട്ടും ഞാൻ 3 വർഷം ഒരു കഠിനമായ പ്രയത്നത്തിന് ശേഷമാണ് കിട്ടിയത്. വേറെ ഓരോ ഓപ്ഷൻസ് നമുക്ക് അന്ന് അവിടെ ഇല്ലായിരുന്നു. പലപ്പോഴും 72 മണിക്കൂർ ജോലിക്ക് ശേഷം 3 ദിവസമൊക്കെ ചിലപ്പോൾ എടുക്കുമ്പോഴത്തേക്ക് കണ്ടിന്യൂസ് ജോലിക്ക് ശേഷം ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. ഒരു ദിവസം 2 ഇൻസിഡൻസ് എപ്പോഴും ആയിട്ട് 6 മാസത്തിൽ ഞാൻ ഇപ്പോഴും മനസ്സിലാലോചിക്കുന്നു. ഒന്ന് എന്ന് പറയുന്നത് എന്നെ എയിംസിൽ വെച്ച് ഒരു കുരങ്ങൻ മാന്തിയായിരുന്നു. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിൽ രാത്രി 2 മണിയായപ്പോൾ കോൾ എടുത്തുകൊണ്ട് ഓടി നടക്കുമ്പോഴത്തേക്ക് അതിന്റെ ക്യാമ്പസിനകത്ത് നിന്ന് എന്നെ ഒരു കുരങ്ങ് മാന്തി. മരുന്ന് ഇഞ്ചക്ഷൻസ് ഒക്കെ എടുത്തു, ആന്റി റാബീസിന്റെ ഇഞ്ചക്ഷൻസ് ഒക്കെ എടുത്തു. ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നെക്സ്റ്റ് ചോദിച്ചത്, എന്നോട് പ്രൊഫസർ ചോദിച്ചത്, ആരുമില്ല നീ ജോലിക്ക് കയറുകയല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പലപ്പോഴും തോന്നുന്നു എന്ത് കണ്ണിൽ ചോരയില്ലാതെ പോലെയാണ് പെരുമാറുന്നത്. പക്ഷെ അത് അവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്, നമ്മൾ വർക്ക് ചെയ്തേ പറ്റുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം പറയുമ്പോഴത്തേക്കും ഒരു 3 ദിവസം വർക്ക് ചെയ്തതിന് ശേഷം ഒരു ദിവസം ഞാൻ കാഷ്വാലിറ്റി തളർന്ന് വീഴുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം അത്രമാത്രം സ്ട്രെസ്സിൽ കൂടെയാണ് ആ സമയത്ത് കടന്നു പോകുന്നത്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് അതൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫോർമേഷന്റെ ഒരു കാലഘട്ടമായിരുന്നു. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എങ്കിൽ അത് എയിംസിലെ കാലഘട്ടമാണ്. വീണ്ടും ഒരു എയിംസിലോട്ട് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതേ ബുദ്ധിമുട്ട് സഹിച്ച് ഈ അടുത്ത ജന്മത്തിൽ ഇതുപോലെയാണ് എങ്കിൽ ഒരുപക്ഷെ എയിംസിൽ നിന്ന് തന്നെ പാസ് ഔട്ട് ആയി കാർഡിയോളജിസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടെയാണ് ഞാൻ. I mean, I'm really proud to have you on my show. I mean, it's an honor. AIMS ilthorale is talking to me. And I always look up to people. AIMS in the pass out and itrayum oru strenuous work schedule kadnu sir. You have become a complete. I think cardiology il onnum illathathu. I mean, ellam bhagangal sir kandundavum before you come out of AIMS. Yeah. കാരണം നമുക്കറിയാമല്ലോ, കാരണം നമ്മളെ മെഡിക്കൽ സയൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് നമ്മൾ കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് എന്ന് പറയും. ആ എക്സ്പീരിയൻസിൽ എയിംസ് പോലൊരു സ്ഥലം എന്ന് പറയും, പ്രത്യേകിച്ച് കാർഡിയോളജി പോലുള്ള ഒരു സ്പെഷ്യാലിറ്റിയിൽ വിവിധങ്ങളായ രോഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക, എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയുക. പ്രത്യേകിച്ച് ധാരാളം സ്പെഷ്യലൈസേഷൻസ് ഉള്ള ഒരു ഏരിയ കാർഡിയോളജി ആണെങ്കിൽ തന്നെ ധാരാളം സ്പെഷ്യലൈസേഷൻസ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കുട്ടികളുടെ കൺജന്റ് ഹാർട്ട് ഡിസീസസ്, നമ്മുടെ ഹൃദയത്തിന്റെ വാൽവുകളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ഹൃദയത്തിലെ ഇടിപ്പുകൾക്ക് വ്യത്യാസം ഉണ്ടാകുന്ന അരത്മിയാസം, പിന്നെയുള്ളത് കാർഡിയക് സർജറി, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ട്രാൻസ്പ്ലാന്റേഷൻ, ഹാർട്ട് ഫെയിലിയർ, അങ്ങനെ എല്ലാ വിധത്തിലുമുള്ള ഏറ്റവും മികച്ച ഒരു കോമ്പിനേഷൻ ഓഫ് ഫാക്കൽറ്റി, സ്റ്റാഫ് ഒക്കെ ഉള്ള സ്ഥലമാണ് എയിംസ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് കിട്ടിയ അനുഭവങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഫഷനിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ സിൻസ് ഒറീസയിൽ നിന്നു, ഡൽഹിയിൽ നിന്നു, നോർത്തിൽ തന്നെ നിൽക്കായിരുന്നില്ലേ? വൈ ഡിഡ് യു കം ഡൗൺ ടു കേരള? തീർച്ചയായിട്ടും അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കേരളത്തെ പോലെ ഒരു സ്ഥലം ഇന്ത്യയിൽ വേറെ ഇല്ല എന്ന് വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളാണ്. കാരണം ഇത്രയും നല്ലൊരു മെഡിക്കൽ ഫെസിലിറ്റി ഉള്ള സ്ഥലം നമ്മുടെ ആളുകൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനങ്ങളുള്ള സ്ഥലം കേരളമാണ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. കാരണം ഒറീസയില് ഞാൻ പഠിക്കുന്ന സമയത്ത് 2003 മുതൽ 2006 വരെ
ഒറീസയിൽ ആ സ്റ്റേറ്റിൽ 3 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായാലും 1 കട്ടക്ക് എന്ന് പറയുന്ന സ്ഥലത്ത്, 2 ബരാംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, 3 ബുർള സാമ്പൽപൂർ എന്ന സ്ഥലത്ത് മാത്രമേ 2003 ഇപ്പോൾ കാര്യം കുറച്ചൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവും. സോ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജ് ആയിരുന്നു SCB മെഡിക്കൽ കോളേജ് കട്ടക്ക് എന്ന് പറയുന്നത്. ഈ SCB മെഡിക്കൽ കോളേജിലോട്ട് അതിന്റെ ഡ്രെയിനേജ് ഏരിയ എന്ന് പറയുന്നത് ഏകദേശം 700 കിലോമീറ്റർ ആയിരുന്നു. അതാ ഉദാഹരണത്തിന് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കാസർഗോഡ് നിന്ന് ഒരു ആളെത്തുക എന്നുള്ളത് വേറെ ഒരു മെഡിക്കൽ ഫെസിലിറ്റിയും ഇല്ലാതിരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കുള്ളൂ. അത്രമാത്രം ഒരു ഡ്രെയിനേജ് ഉള്ള ഒരു സ്ഥലമായിരുന്നു കട്ടക്ക്. അതുകൊണ്ട് തന്നെ കട്ടക്കും ജീവിതത്തിൽ വളരെയധികം മാറ്റം വരുത്തിയിട്ടുള്ള സ്ഥലമാണ്. കാരണം വ്യത്യസ്തങ്ങളായ രോഗങ്ങളെക്കുറിച്ചും വ്യത്യസ്തങ്ങളായ ആളുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു സമയമായിരുന്നു. കട്ടക്ക് ഞങ്ങളുടെ മെഡിക്കൽ കോളേജ് ഞങ്ങളുടെ യൂണിറ്റ് 7th യൂണിറ്റ്, 7ാമത്തെ യൂണിറ്റ് ആയിരുന്നു. 7ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് എല്ലാ ഞായറാഴ്ചകളിലുമാണ് ഞങ്ങൾക്ക് അഡ്മിഷൻസ് ഉണ്ടായിരുന്നത്. അഡ്മിഷന് പോകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു 10 ബെഡുമായിട്ട് നമ്മൾ അഡ്മിഷന് പോകുന്നു. 10 ബെഡിൽ 5 ബെഡിലെങ്കിലും പേഷ്യൻസ് ഉണ്ടാവും. ബാക്കി 5 ബെഡുമായിട്ടാണ് പോകുന്നത്. ഒരു 70-80 അഡ്മിഷനാണ് ഒരു ഞായറാഴ്ച നമുക്ക് ഉണ്ടാകുന്നത്. സോ നമുക്കറിയാം 5 ബെഡിൽ 70 പേരെ നോക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് പ്രായോഗികമല്ല. എല്ലാ മെഡിസിൻ വാർഡിന്റെ എല്ലായിടത്തും എല്ലാ കോർണറുകളിലും ഒക്കെ പേഷ്യൻസ് ആയിരിക്കും. ആ പേഷ്യൻസിനെ കാണും. സോ അതിനുശേഷം അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ, മനസ്സിലായില്ലേ. ഞാൻ എൻ്റെ ജീവിതത്തില് ഏറ്റവും അധികം ഇൻഫെക്ഷസ് ഡിസീസസ് കാണുന്നത് കട്ടക്ക് പഠിക്കുന്ന സമയത്താണ്. ഞാൻ എപ്പോഴും ആലോചിക്കുന്നു, ഞാൻ ചെല്ലുന്ന ദിവസം ഞാൻ എൻ്റെ പ്രൊഫസർ അന്നത്തെ ദിവസം തിങ്കളാഴ്ചയായിരുന്നു, തലേദിവസത്തെ അഡ്മിഷൻ നടന്നു. അഡ്മിഷൻ നടന്നതിന് ശേഷം അദ്ദേഹം പേഷ്യൻസിനെ കാണുന്ന സമയത്താണ് ഞാൻ മെഡിക്കൽ കോളേജ് ചെല്ലുന്ന ദിവസം അദ്ദേഹം ഒരു ഫാമിലിയിലെ ആളുകൾ ഒരു ഫുഡ് പോയ്സണിങ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അഡ്മിറ്റ് ആകുകയും ആ ഫുഡ് പോയ്സണിങ് ആണെന്ന് കൂടെയുള്ള ഡോക്ടർമാരെ PGs എല്ലാം പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു രോഗി അദ്ദേഹം എഴുന്നേൽപ്പിച്ച് വിശദമായി നോക്കിയതിന് ശേഷം ഇത് ഫുഡ് പോയ്സണിങ് അല്ല, ഇത് ബൊട്ടുലിസമാണ് എന്ന് അദ്ദേഹം ഡയഗ്നോസ് ചെയ്യുന്നതാണ് ഞാൻ ചെല്ലുന്ന ദിവസം തന്നെ കാണുന്നത്. സോ ഞാൻ അതിനുശേഷമോ അതിനു മുമ്പോ ബൊട്ടുലിസം കണ്ടിട്ടില്ല, മനസ്സിലായില്ലേ. സോ എൻ്റെ ഏറ്റവും ആദ്യത്തെ ദിവസം ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ പ്രൊഫസർ ഡയഗ്നോസ് ചെയ്യുന്നത് ബൊട്ടുലിസമാണ്. അതുപോലെ ശേഷം ഞാൻ കണ്ടുള്ള വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ, ടെറ്റനസ് അല്ലെങ്കിൽ റേബീസ്, വളരെ കോമൺ ആയിട്ടൊരു ഡിസീസ് ആയിരുന്നു റേബീസ്, മലേറിയ, എൻകഫലൈറ്റിസ്, വിവിധങ്ങളായ എൻകഫലൈറ്റിസ്. സോ എല്ലാ രീതിയിലുമുള്ള ഇൻഫെക്ഷ്യസും അതുപോലെ നോൺ ഇൻഫെക്ഷ്യസ് ആയിട്ട് ഡിസീസുകളും ആ കാലഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു, ഒരു ഫോർമേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമായിരുന്നു. പക്ഷെ മെഡിക്കൽ ഫെസിലിറ്റി അവിടെ ഇല്ലായിരുന്ന സമയത്ത് പോലും ഡോക്ടർമാർ ഇങ്ങനത്തെ രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യുന്നതും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതും വളരെ പ്രധാനപ്പെട്ട സമയമായിരുന്നു. അതിനുശേഷം ഡൽഹി ചെല്ലുമ്പോഴത്തേക്ക് വേറൊരു രീതിയിലുള്ള ഒരു എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും മികച്ചതുമായ ഒരു കാര്യമാണ്. കാരണം ഏറ്റവും അധികം ആരോഗ്യ സംവിധാനങ്ങൾ അത് ഗവൺമെന്റ് സെക്ടറിലായാലും പ്രൈവറ്റ് സെക്ടറിലായാലും കോപ്പറേറ്റീവ് സെക്ടറിലായാലും ഉള്ളൊരു സ്ഥലം കേരളമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നത് അത്രത്തോളം സന്തോഷകരമായ കാര്യം വേറൊന്നും ഇല്ലതായിരുന്നു. അപ്പോൾ സാർ ലിസിയിൽ എപ്പോഴാണ് ജോയിൻ ചെയ്തത്? ഞാൻ 2012 മുതൽ ലിസിയിൽ വർക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ do you focus now more on pediatric cardiology or adult cardiology? ബേസിക്കലി എൻ്റെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് അഡൽട്ട് കാർഡിയോളജിയാണ്. Both I work as an interventional cardiologist and I do a lot of interventional structural work like aortic work, as well as works related to valvular heart diseases like TAVI and all those stuff I do. So ഇതാണ് ബേസിക്കലി ഒരു അഡൽട്ട് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ സാർ പറഞ്ഞ ബ്രാഞ്ച് അഡൽട്ട് കാർഡിയോളജി എന്താണ്? വാട്ട് ആർ ദ മോസ്റ്റ് കോമൺ ഡയഗ്നോസിസ് യു സീ ഇൻ അഡൽട്ട് കാർഡിയോളജി? ഞാൻ പറഞ്ഞു, അഡൽട്ട് കാർഡിയോളജി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഹൃദ്രോഗം എന്ന് പറയുന്നത് അഡൽട്ട് കാർഡിയോളജി ഹൃദ്രോഗം ഹൃദയത്തിന്റെ രക്തധമനികളുമായുള്ള പ്രശ്നങ്ങളാണ്. മനസ്സിലായത്? നമുക്കറിയാം, ഹൃദയമാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും രക്തം പമ്പ് ചെയ്യുന്ന ഓർഗൻ. ഈ ഓർഗൻ ഹൃദയമാണ് എല്ലായിടത്തും പമ്പ് ചെയ്യുന്നെങ്കിൽ തന്നെ ഇതിന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് രക്തം ലഭിക്കണം. ആ രക്തം എത്തിക്കുന്ന രക്തധമനികളെയാണ് കൊറോണറി ആർട്ടറീസ് എന്ന് പറയുന്നത്. ഹൃദയത്തിന് 3 കൊറോണറി ധമനികളാണ് ഉള്ളത്. ഹൃദയത്തിന്റെ വലതുവശത്ത് ഒരു രക്തധമനിയും ഹൃദയത്തിന്റെ ഇടതുവശത്ത് 2 രക്തധമനികളും. ഈ രക്തധമനികൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത്.
ഹൃദ്രോഗം നമ്മൾ സാധാരണ പറയുന്നത് ഹൃദ്രോഗം എന്ന് പറയുന്നത്. ഇത് ഇന്ന് വളരെ സാധാരണമായി കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? ഇതുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളാണ്. ഒരു ബ്ലോക്കുകൾ, ഹാർട്ട് അറ്റാക്ക്, ഹൃദയത്തിന്റെ പരാജയം, ഇതുമായിട്ടുള്ള രോഗങ്ങളാണ് നമ്മൾ ഏറ്റവും സാധാരണമായി ഇന്ന് നമ്മൾ കാണുന്നതും ഡയഗ്നോസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു അഡൾട്ട് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് എന്ന നിലയിൽ ചികിത്സിക്കുന്നതും ഇത്തരം രോഗങ്ങളാണ്. ഇപ്പോൾ ഈ കൊറോണറി ആർട്ടറി ഡിസീസിന്റെ ഒരു വരാനുള്ള കാരണം അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് എന്താണ്? നമ്മൾ ഇതിനെ പലപ്പോഴും ജീവിതശൈലി രോഗങ്ങൾ എന്നാണ് പറയാറുള്ളത്. ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് രണ്ടായിട്ട് തരംതിരിക്കും. ഒന്നാമത്തേതെന്ന് പറയുന്നത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന ഘടകങ്ങൾ. രണ്ടാമത്തേത് നമുക്ക് യാതൊരു മാറ്റം വരുത്താൻ പറ്റാത്ത ഘടകങ്ങൾ. മോഡിഫയബിൾ അല്ലെങ്കിൽ നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും. മീൻസ് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് യാതൊരു കൺട്രോളും നമ്മുടെ അതിനകത്തില്ല. ഉദാഹരണത്തിന് പ്രായം കൂടുന്നതിനനുസരിച്ച് ഹൃദ്രോഗ സാധ്യത കൂടുതലാണ്. അത് നമുക്ക് യാതൊരു മാറ്റവും വരുത്താൻ സാധ്യതയില്ല. രണ്ടാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ ലിംഗം, സെക്സ്. പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ കൂടുതൽ ഹൃദ്രോഗ സാധ്യതയുണ്ട്. മനസ്സിലായത്? അതുകൊണ്ട് തന്നെ ആ സാധ്യതയെ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. മൂന്നാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ജനറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പാരമ്പര്യം. ഇതിനാണ് നമുക്ക് യാതൊരു മാറ്റം വരുത്താൻ പ്രധാനമായിട്ടും പറ്റാത്തത്. അടുത്തത് മാറ്റം വരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ മൂന്ന് രോഗങ്ങളും 3 ജീവിത ശൈലികളാണ് ഞാൻ തന്നിരിക്കുന്നത്. 3 രോഗങ്ങൾ എന്ന് പറയുന്നത് മാറ്റം വരുത്താൻ പറ്റുന്ന 3 രോഗങ്ങൾ. ഒന്ന് നമ്മുടെ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം, 2 നമ്മുടെ കൊളസ്ട്രോൾ, 3 നമ്മുടെ ബ്ലഡ് പ്രഷർ. ഈ 3 രോഗങ്ങൾ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. 3 ജീവിത ശൈലികൾ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. ഒന്ന്, നമ്മൾ പുകവലിക്കുക അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവ ഉപയോഗിക്കാതിരിക്കുക. രണ്ടാമത്തേത് ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് നമ്മൾ അമിതമായിട്ട് നമ്മൾ എന്താ പറയുക ഫിസിക്കലി ഇനാക്റ്റീവ് ആയിട്ട് ഒരാളാണെങ്കിൽ അത് മാറ്റം വരുത്താൻ പറ്റുന്നതാണ്. 3 നമ്മുടെ ഭക്ഷണവുമായിട്ട്, പ്രത്യേകിച്ച് കൊളസ്ട്രോൾ അടങ്ങിയ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാൻ പറ്റുന്ന മാറ്റം വരുത്താൻ പറ്റുന്ന കാര്യം. ഇതിനെയാണ് നമ്മൾ ഇത് മൂലമാണ് ഈ ഹൃദ്രോഗങ്ങളിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇതിനകത്ത് ഇന്ന ഒറ്റ കാരണമാണ് ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്നത് എന്ന് നമുക്ക് ഇതുവരെ ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഇതൊരു ബയോളജിക്കൽ പ്രോസസ്സാണ്. ഇതിന് ധാരാളം ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ പ്രോസസ്സുകൾ കൂടിയാണ് ഈ ഒരു ഫൈനൽ കൾമിനേഷൻ പോയിന്റിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന ഒറ്റ കാരണം ആണ് ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്നത് എന്ന് പറയാം. പക്ഷേ ഇതിന്റെ എല്ലാം കൂടി ഒരു ഇന്റർപ്ലേ കാരണമാണ് ഹൃദ്രോഗം മൾട്ടി ഫാക്ടോറിയലാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൃദ്രോഗം നിയന്ത്രിക്കണമെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ. ഇപ്പോ നോർമലി ഒരു കോമൺ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് വെച്ചാൽ യങ് അഡൾട്ട്സിന് വരുന്ന ഒരു ഹാർട്ട് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്സ്. വാട്ട് കുഡ് ബി ഓർ വാട്ട് ആർ ദ സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെ ഒരു യങ് അഡൾട്ട്സിന് വരാനുള്ള ഒരു കാരണം? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം വെച്ചാൽ ഇപ്പൊ ഈ എന്തുകൊണ്ട് ഹൃദ്രോഗത്തിന്റെ പ്രായം കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഒരു കാർഡിയോളജിസ്റ്റ് എന്ന നിലയിൽ ഞങ്ങളെ തന്നെയും എന്നെ തന്നെയും നിരന്തരം അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ രോഗം വരുന്ന ആളുകളുടെ പ്രായത്തിലുണ്ടാകുന്ന കുറവ് നമ്മുടെ കൺമുമ്പിൽ തന്നെ കാണാൻ സാധിക്കും. ഈ രോഗത്തെ പണ്ട് ഒരു പ്രായമാവുന്ന ഒരു രോഗമായിട്ടാണ് കണക്കാക്കിക്കൊണ്ടിരുന്നത്. ഒരു 10-15 വർഷം മുമ്പ്, ഒരു 60-70 വയസ്സിന് മുമ്പ് ഒരു ഹൃദ്രോഗം ഉണ്ടാകുക എന്ന് പറയുന്നത് അപൂർവമായിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ഈ രോഗം ഉണ്ടാകുന്നവരുടെ പ്രായം കുറഞ്ഞു വരുന്നു. 40-കൾ, 50-കൾ, 60-കൾ ഇപ്പോൾ വളരെ സാധാരണമാണ്. അത് 40-കളിലോട്ടും 30-കളിലോട്ടും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. എന്തുകൊണ്ടാണ് ഈ പ്രായം കുറയുന്നത് എന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായും നമ്മുടെ സമൂഹത്തിൽ ഈ ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന ധാരാളം റിസ്ക് ഫാക്ടേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറുകൾ ഒന്നാണ് നമ്മുടെ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിക് സ്റ്റാറ്റസ്. ഇന്ത്യയെ നമ്മുടെ ഡയബറ്റീസിന്റെ ലോക തലസ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത്, ക്യാപിറ്റൽ ഓഫ് ഡയബറ്റീസ്. ആ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ഡയബറ്റീസ് ഉള്ളത് കേരളത്തിലാണ്. ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം 25% പോപ്പുലേഷൻ ഡയബറ്റീസ് സാധ്യത. അതായത് നമ്മളിൽ 4 ഒരാൾ ഡയബറ്റിക് രോഗിയാണ്. മനസ്സിലായി? അതുപോലെ തന്നെയാണ് മറ്റ് റിസ്ക് ഫാക്ടേഴ്സും നമ്മുടെ സമൂഹത്തിലുള്ളത്. നമ്മുടെ സമൂഹത്തിൽ പുകവലിക്കുന്നവർ കുറവാണെങ്കിൽ തന്നെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളുള്ളവർ ധാരാളമുണ്ട്. പുകവലി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്.
അതുപോലെ തന്നെ യാതൊരു വ്യായാമമില്ലാത്ത അവസ്ഥ, അമിതവണ്ണം, ഭക്ഷണത്തിന് യാതൊരു നിയന്ത്രണമില്ലാത്ത അവസ്ഥ, ഫാസ്റ്റ് ഫുഡുകളുടെ ഉപയോഗം, ഇങ്ങനത്തെ കാര്യങ്ങളും. അതുപോലെ തന്നെ കൊളസ്ട്രോളിന്റെ അമിതമായിട്ടുള്ള കൊളസ്ട്രോള്, അമിതമായിട്ടുള്ള പ്രഷർ, ഇതെല്ലാം നമ്മുടെ യുവാക്കളിൽ കൂടുതൽ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഈ റിസ്ക് ഫാക്ടേഴ്സിലോ അല്ലെങ്കിൽ ഈ അഡൾട്ട്സിൽ ഹൃദ്രോഗം, മറ്റു പ്രായമുള്ളവരിൽ ഹൃദ്രോഗം ഉണ്ടാകുന്നു, യങ് അഡൾട്ടിൽ ഹൃദ്രോഗം ഉണ്ടാകുന്നതിൽ വ്യത്യാസമൊന്നുമില്ല. എന്തുകൊണ്ട് ഉണ്ടാകുന്നതിൽ വ്യത്യാസമില്ല, അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾക്കും വ്യത്യാസമൊന്നുമില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും ഈ റിസ്ക് ഫാക്ടേഴ്സ് നമ്മുടെ പ്രായം കുറഞ്ഞവരിലേക്ക് കൂടിക്കൂടി വരുന്ന സ്ഥിതിക്ക് ഈ പ്രായം കുറഞ്ഞവരിൽ ഇന്ന് കേരളത്തിൽ ഹൃദ്രോഗം വളരെ സാധാരണമാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ലഹരിയുടെ ഉപയോഗമാണ്. പ്രത്യേകിച്ച് ഡ്രഗ്സ്, അതിന്റെ ഉപയോഗം. ഒരു കാലഘട്ടങ്ങളിൽ 25 വയസ്സ് 30 വയസ്സിൽ ഹൃദ്രോഗം ഉണ്ടാകുന്ന വളരെ കുറവായിരുന്നു. എന്നാൽ ഇന്ന് ഒരാൾ ഹൃദ്രോഗമായിട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു അറ്റാക്കായിട്ട് വന്നു കഴിഞ്ഞാൽ, 25 വയസ്സിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ചോദിക്കും, നീ ലഹരി ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിക്കും. ആദ്യത്തെ എന്താ പറയുന്നത്, കഞ്ചാവിന്റെ ആദ്യത്തെ പുകയിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ആളുകൾ കണ്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ യുവാക്കൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നങ്ങളൊന്നാണ് ഹൃദ്രോഗം. അതിന്റെ പ്രവലൻസ് കൂടിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്നു. അതുമൂലം മരണം ഉൾപ്പെടെയുള്ള കാര്യം നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലഹരി, നമ്മുടെ യുവാക്കളുടെ ലഹരിയുടെ ഉപയോഗവും. അതും ഹൃദ്രോഗത്തിലേക്ക് നയിക്കാറുണ്ട്. ആൽക്കഹോളായിട്ട് ഇതിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ആൽക്കഹോളായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് വളരെ ശാസ്ത്രീയമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആൽക്കഹോൾ ഒരു കാർഡിയോ പ്രൊട്ടക്റ്റീവ് ആണെന്ന് പഠനങ്ങൾ പലപ്പോഴും കാണിച്ചിട്ടുള്ളതാണ്. എസ്പെഷ്യലി വൈൻ, റെഡ് വൈൻ, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇൻ മോഡറേഷൻ. ബട്ട് പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിൽ ഒരു പൊതുജനാരോഗ്യം എന്ന നിലയിൽ, ഒരു പൊതുജനാരോഗ്യത്തിന്റെ ഭാഗം എന്ന നിലയിൽ പറയുകയാണെങ്കിൽ അതൊട്ടും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം നമുക്ക് ഒരു മോഡറേഷൻ ഉപയോഗിക്കുക എന്നത് ഒരു മലയാള സമൂഹത്തോളം പലപ്പോഴും സാധിക്കാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹൃദ്രോഗത്തിന് വേണ്ടിയിട്ട് ബെനിഫിറ്റ് കിട്ടുവാൻ വേണ്ടി നിങ്ങൾ മദ്യം ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ മദ്യം പുതുതായിട്ട് ഉപയോഗിച്ച് തുടങ്ങേണ്ട ആവശ്യമില്ല. കഴിയുന്നതും മദ്യം ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഒരു പൊതുജനത്തിന്റെ ആരോഗ്യം എന്ന നിലയിൽ ഏറ്റവും അഭികാമികമായ കാര്യം. ഇപ്പൊ ചില പേഷ്യൻസിന്റെ ഇപ്പൊ ഒരു അറ്റാക്ക് വന്നു, ഇപ്പൊ യു ആസ്ക് ദം ഹിസ്റ്ററി, സ്മോക്കിങ്ങിന്റെ ഹിസ്റ്ററി ഉണ്ടോ? ഇല്ല. ഡ്രിങ്ക്സിന്റെ ഹിസ്റ്ററി ഉണ്ടോ? ഇല്ല. ഡ്രഗ്സിന്റെ ഹിസ്റ്ററി ഉണ്ടോ? ഇല്ല. ബട്ട് സ്റ്റിൽ ചിലർക്ക് ഒരു കാർഡിയാക് ഇഷ്യൂ വരാറുണ്ട്. വാട്ട് കുഡ് ബി ദി എക്സ്പ്ലനേഷൻ ഫോർ ദിസ്? എന്നോട് വളരെ സാധാരണമായിട്ട് രോഗികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടറെ, ഞാൻ ഹൃദ്രോഗം ഉണ്ടാകാൻ എനിക്ക് യാതൊരു സാധ്യതയില്ലല്ലോ, കാരണം ഞാൻ മദ്യപിക്കാറില്ല, പുകവലിക്കാറില്ല, എനിക്ക് പാരമ്പര്യമില്ല, എനിക്ക് കൊളസ്ട്രോൾ ഇല്ല, ഞാൻ എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്ന ഒരാളാണ്, എന്തുകൊണ്ട് ഹൃദ്രോഗം ഉണ്ടായി? ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഹൃദ്രോഗം നമ്മളിൽ ആർക്കും ഉണ്ടാകില്ല എന്ന് വാശി പിടിക്കുന്ന ഒരു അർത്ഥവുമില്ല. നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു രോഗമുണ്ടെങ്കിൽ, ഞാൻ ഒന്നുകൂടെ പറയുന്നു, നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ നമുക്കുണ്ടാകാൻ സാധിക്കുന്ന ഒരു രോഗമുണ്ടെങ്കിൽ ഏറ്റവും സ്റ്റാറ്റിസ്റ്റിക്കലി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രോഗം ഹൃദ്രോഗം തന്നെയാണ്. കാരണം അതിന്റെ പ്രവലൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതിന്റെ സാധ്യത എത്രമാത്രം തള്ളി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത്രമാത്രം മുമ്പോട്ട് കൊണ്ടുപോവുക. അതായത് നമുക്കൊരു 40 ഹൃദ്രോഗം ഉണ്ടാകുന്നതിനെക്കാട്ടും എന്തുകൊണ്ടും മെച്ചമാണ് ഒരു 60 ഹൃദ്രോഗം ഉണ്ടാകുക. 60 ഹൃദ്രോഗം ഉണ്ടാകുന്നതിനെക്കാട്ടും എന്തുകൊണ്ടും മെച്ചമാണ് 70 80 ഹൃദ്രോഗം ഉണ്ടാവുക. സോ നമ്മുടെ ലക്ഷ്യം ഈ ഹൃദ്രോഗത്തിന്റെ എനിക്ക് ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത എന്തുമാത്രം തള്ളി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും മുമ്പോട്ട് കൊണ്ടുവരാം. അതിനർത്ഥം ഈ രോഗത്തിൽ നിന്നും നമ്മൾ ആരും മുക്തരല്ല എന്നുള്ളതാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒന്ന്, മുമ്പോട്ട് കൊണ്ടുപോകും, സാധ്യത കുറയ്ക്കുക. സാധ്യത എന്തുമാത്രം അങ്ങ് നമ്മുടെ ജീവിതത്തിന്റെ അങ്ങേയറ്റത്തോടാക്കാൻ പറ്റുമോ അത്രയും കൊണ്ട്. 2, ഇത് കൃത്യമായ നമ്മുടെ ഈ രോഗം നമ്മൾ ഡയഗ്നോസ് ചെയ്യുകയും ആവശ്യമായിട്ടുള്ള ചികിത്സ എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെയാണ് പലപ്പോഴും നമുക്ക് പ്രശ്നം പറ്റാറുള്ളത്. കാരണം ഈ രോഗത്തെ നമ്മൾ അവഗണിക്കുന്നു. കാരണം നമ്മൾ വിചാരിക്കും നമുക്ക് ഈ രോഗം ഉണ്ടാകില്ല, അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് കൺസേൺ ആകുകയേ വേണ്ട എന്നൊരു കാര്യത്തെക്കുറിച്ച്. അങ്ങനെയല്ല.
ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ചികിത്സ കൃത്യമായി നേടുക. അതിനുശേഷം മരുന്നുകൾ കൃത്യമായി കഴിക്കുക. ഇത്രയും നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. എന്തുകൊണ്ട് ഹൃദ്രോഗം ഉണ്ടായി? ഹൃദ്രോഗം ഉണ്ടാകാൻ സാധ്യത ഏതൊരാൾക്കുമുണ്ട്. അത് ചിലർക്ക് സാധ്യത കൂടുതലാണ്, ചിലർക്ക് സാധ്യത കുറവാണ്. റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർക്ക് സാധ്യത കൂടുതലാണ് സ്വാഭാവികമായിട്ടും. അതിനർത്ഥം റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഉണ്ടായേ പറ്റൂ എന്നോ, റിസ്ക് ഫാക്ടേഴ്സ് ഒന്നുമില്ല എങ്കിൽ ഉണ്ടാകുകയില്ല എന്നില്ല. ഇപ്പൊ സാറ് പറഞ്ഞ ഈ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് പോലെ സംതിങ് കറന്റ്ലി ഇപ്പോഴത്തെ കറന്റ് ജനറേഷൻ അനുഭവപ്പെടുന്ന സ്ട്രെസ്, ആങ്സൈറ്റി, സ്ട്രെസ് അറ്റ് വർക്ക് പ്ലേസ്, ഇതിൽ എന്തെങ്കിലും കാർഡിയാക് കോസ് വരാൻ സാധ്യതയുണ്ടോ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടർ ആണോ ഈ പറയുന്ന സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി, സ്ട്രെസ് അറ്റ് വർക്ക് പ്ലേസ്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും അല്ല. പക്ഷേ ഏതൊരു റിസ്ക് ഫാക്ടേഴ്സിനെ പോലെ സ്ട്രെസ്സും ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്നതാണ്. കോമ്പിനേഷൻ ഓഫ് റിസ്ക് ഫാക്ടേഴ്സ്, മൾട്ടിപ്പിൾ റിസ്ക് ഫാക്ടേഴ്സ്. ആൻഡ് അത് മോഡറേഷനിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു റിസ്ക് ഫാക്ടർ ഏറ്റവും കൂടി നിൽക്കുന്നതിനെക്കാട്ടും ഏറെ പ്രാധാന്യം അർഹിക്കുന്നത് പല റിസ്ക് ഫാക്ടേഴ്സ് ഇൻ മോഡറേറ്റ് ലെവലിലാണ്. മനസ്സിലായില്ലേ? അതായത് നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ട്, നിങ്ങൾ പുകവലിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് പാരമ്പര്യമുണ്ട് എങ്കിൽ സാധ്യതകൾ വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ അഡിറ്റീവായിട്ട് സ്ട്രെസ്സും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സാധ്യത കൂട്ടുന്നു. അതേസമയം നിങ്ങൾക്ക് സ്ട്രെസ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതാണ് ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറയുകയുമില്ല. സോ തീർച്ചയായിട്ടും സ്ട്രെസ് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാകുകയാണെങ്കിൽ അതിനോടൊപ്പം സ്ട്രെസ് കൂടെ കൂടി കഴിയുമ്പോൾ ഹൃദ്രോഗ സാധ്യത കൂടുതലാണ്. ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അക്യൂട്ട് ആയിട്ടുള്ള സ്ട്രെസ്സുകൾ പലപ്പോഴും നയിക്കാറുണ്ട്. ഉദാഹരണത്തിന് പ്രത്യേകിച്ച് സ്ത്രീകൾക്കുണ്ടാകുന്ന ചില ഹൃദ്രോഗങ്ങൾ, സ്ട്രെസ് കാർഡിയോമയോപ്പതി എന്ന് പറയുന്നതിന്റെ രോഗങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറില്ല, നമ്മൾ ഹൃദയം പൊട്ടി മരിച്ചു എന്നൊക്കെ പറയുന്നതിന്റെ അങ്ങനെയുള്ള പല ചെറുതോ വലുതോ ആയ സ്ട്രെസ്സുകൾ ഈ ഹൃദ്രോഗത്തിലേക്ക് നയിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്ട്രെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ മരണമായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിൽ അനുഭവപ്പെട്ട ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, ഒരു കടബാധ്യതയായിരിക്കാം, അല്ലെങ്കിൽ ഈവൻ മരുമകളുമായിട്ടുള്ള ചെറിയ വഴക്കിന് ശേഷം പോലും ഹൃദ്രോഗം ഉണ്ടായിട്ടുള്ള അമ്മായിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ ചെറുതോ വലുതോ ആയ സ്ട്രെസ്സുകൾ ഹൃദ്രോഗത്തിലേക്ക് തീർച്ചയായിട്ടും നയിക്കാറുണ്ട്. ഐ തിങ്ക് ഇപ്പോൾ സ്ട്രെസ് അറ്റ് വർക്ക് പ്ലേസ് ലീഡിങ് ടു സ്മോക്കിംഗ് ലീഡിങ് ടു ഗോയിങ് ടു ഹാവ് എ ഡ്രിങ്ക്. അബ്സല്യൂട്ട്ലി. അപ്പൊ അങ്ങനെ കോമ്പിനേഷൻ ഓഫ് മൾട്ടി ഫാക്ടർ അത് തന്നെ. ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഈ ഹൃദ്രോഗത്തിൽ നയിക്കുന്നത്. ഇപ്പൊ സാറിന്റെ അടുത്ത് എപ്പോഴാണ് എന്താണ് ഫസ്റ്റ് സിംറ്റംസ് ഓഫ് എ കാർഡിയാക് പ്രോബ്ലം? ഫസ്റ്റ് സിംറ്റം ഓഫ് എ കാർഡിയാക് പ്രോബ്ലം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത്, ഹൃദയം എന്തിനു വേണ്ടിയിട്ടുള്ളത് എന്ന് ആലോചിക്കണം. ഹൃദയം നമുക്ക് വേണ്ടത് ജോലി ചെയ്യാനും വേണ്ടിയിട്ടാണ് ഹൃദയം വേണ്ടത്. നമ്മളിപ്പോൾ രണ്ടുപേരും വെറുതെ ഇരിക്കുകയാണ്. കാരണം ഹൃദയത്തിന്റെ ഏറ്റവും മിനിമം ആയിട്ടുള്ള റോള് മാത്രമേ ഇപ്പോൾ നമുക്കുള്ളൂ. കാരണം നമ്മുടെ ശരീരത്തിലെ ഒരു മസിലുകളും അനങ്ങുന്നില്ല. ഒരു ചെറിയ ഒരു ബാലൻസ് സ്റ്റേജ് നമ്മൾ നിൽക്കുകയാണ്. ഹൃദയത്തിന് ജോലി കൂടുതൽ എപ്പോഴാണ് വേണ്ടത്? നമ്മളൊന്ന് അധ്വാനിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ ഹൃദയത്തിന് കൂടുതൽ സ്ട്രെസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിന്റെ സിംറ്റംസ് ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ എക്സേർട്ട് ചെയ്യുമ്പോഴത്തേക്കൊക്കെയാണ്. ഉദാഹരണം, നമ്മൾ നടക്കുന്നു, ഓടുന്നു, സ്റ്റെപ്പ് കയറുന്നു, കയറ്റം കയറുന്നു, ഭാരം ഉയർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ഈ സമയത്ത് ഉണ്ടാകുന്ന സിംറ്റംസ് ആണ് ഹൃദയ സംബന്ധമായ സിംറ്റംസ്. മനസ്സിലായില്ലേ? സോ ബേസിക്കലി സിംറ്റംസ് ആർ ഓൾ റിലേറ്റഡ് ടു കാർഡിയക് സിംറ്റംസ് ആർ ഓൾ റിലേറ്റഡ് ടു എക്സേർഷൻ. നമ്മൾ എക്സേർഷൻ നിർത്തി കഴിയുമ്പോൾ ഈ സിംറ്റംസ് എല്ലാം കുറയുന്നു. ഇതാണ് ഹൃദയ സംബന്ധമായിട്ട് സിംറ്റംസ്. ഏറ്റവും സാധാരണമായ ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ബ്ലോക്കുകളുടെ സിംറ്റം എന്ന് പറയുന്നത് എക്സേർഷണൽ അൻജൈന എന്ന് പറയും. അൻജൈന എന്ന് പറഞ്ഞാൽ നെഞ്ചിനുണ്ടാകുന്ന പ്രയാസം. എക്സേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നെഞ്ചിനുണ്ടാകുന്ന ഒരു പ്രയാസം. അത് എപ്പോഴും പറയും, വേദന തന്നെയാകണമെന്ന് നിർബന്ധം പിടിക്കരുത്, അങ്ങനെ ആവുകയുമില്ല. പക്ഷെ നടക്കുകയോ സ്റ്റെപ്പ് കയറുകയോ കയറ്റം കയറുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ നെഞ്ചിന് ഉണ്ടാകുന്ന ഒരു പ്രയാസം, ആ പ്രയാസം ഹെവിനെസ്, അതൊരു വേദനയാകാം, ഒരു ഹെവിനെസ് ആകാം, ഒരു വെയിറ്റ് ആകാം, ഒരു ഭാരമാകാം,
നെഞ്ചെരിച്ചിലാകാം, കട്ടുകിഴപ്പാകാം, മനസ്സിലായല്ലോ. പക്ഷേ അതിന് എക്സേഷനുമായിട്ടാണ് ബന്ധം. അത് നമ്മൾ ചെയ്യുന്ന എക്സേഷൻ നിർത്തി കഴിയുമ്പോൾ ഈ പ്രയാസം മാറുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഹൃദയ സംബന്ധമാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കാൻ. ഞാൻ പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന്, നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് ഈ സിംറ്റം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ, നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് അല്ല എങ്കിൽ പലപ്പോഴും ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സിംറ്റംസ് മനസ്സിലാക്കാൻ പറ്റാതെ വരികയും ഒരു അടുത്ത ഘട്ടം ഒരു ഹാർട്ട് അറ്റാക്കിലേക്ക് പോകുമ്പോഴായിരിക്കും പലപ്പോഴും നമ്മൾ കണ്ടുപിടിക്കാൻ സാധിക്കുകയും ചെയ്യുള്ളൂ. സോ ഇനീഷ്യലി ഏതൊരു ഹൃദയത്തിന്റെ സിംറ്റംസും എക്സേഷനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. പിന്നെയുള്ള സാധാരണ ഉണ്ടാകുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് അസഹനീയമായ കിതപ്പ്, മനസ്സിലാക്കി, കിതപ്പ്, കാലുകൾക്ക് നീര് വെക്കുന്ന അവസ്ഥ, തലകറക്കം, കണ്ണിരുട്ട് കയറുക, ബോധക്കേട്, പാൽപിറ്റേഷൻസ്, ഇടിപ്പ് കൂടുന്ന അവസ്ഥ, ഇതൊക്കെയാണ് സാധാരണമായിട്ടുള്ള ഹൃദ്രോഗ ലക്ഷണങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറയും എക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട നെഞ്ചിന്റെ പ്രയാസങ്ങളാണ്. ഇപ്പോൾ ഒരു പേഴ്സൺ 2 ഫ്ലോർ സ്റ്റെപ്സ് കയറാണ്, ചെറിയൊരു ബ്രെത്ത്ലെസ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും വിചാരിക്കും സ്റ്റാമിന കുറവാണ്, കുഴപ്പമില്ല, മാറിക്കോട്ടെ. അപ്പൊ ഇത് സ്റ്റാമിന കുറവാണോ, കാർഡിയാക് സിംറ്റം ആണോ? ഹൗ ക്യാൻ എ ലേമാൻ അണ്ടർസ്റ്റാൻഡ്? നമ്മൾ ഹൃദയത്തിന്റെ സിംറ്റംസ് നമ്മൾ തരംതിരിക്കുന്നു 4 തരംതിരിക്കുന്നു. ഒന്നാമത്തേത് എന്ന് പറയുന്നത് ക്ലാസ് 1 സിംറ്റംസ്, അതിന് അടുത്ത ഘട്ടമാണ് ക്ലാസ് 2 സിംറ്റംസ്, 3 ക്ലാസ് 3 സിംറ്റംസ്, 4 ക്ലാസ് 4 സിംറ്റംസ്. ക്ലാസ് 1 സിംറ്റം എന്ന് പറയുന്നത് നമ്മൾ എക്സ്ട്രീം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസ്, മനസ്സിലായില്ലേ? അതായത് നമ്മൾ കണ്ടമാനം അധ്വാനിക്കുമ്പോൾ നമുക്ക് നെഞ്ചുവേദനയോ കിതപ്പോ ഉണ്ടാകുകയാണെങ്കിൽ അത് ക്ലാസ് 1 സിംറ്റം ആണ്. ക്ലാസ് 2 എന്ന് പറയുമ്പോൾ സാധാരണ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റം, സാധാരണ അല്പം കൂടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റമാണ് ക്ലാസ് 2. ക്ലാസ് 3 എന്ന് പറയുന്നത് സാധാരണയിലും ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസ്. മൂന്നാമത്തേത് ക്ലാസ് 4 സിംറ്റംസ്, റെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസ്. ക്ലിയർ ആണല്ലോ? ക്ലാസ് 4 ആണ് കൂടുതൽ സിവിയർ. ഒബ്വിയസ്ലി ക്ലാസ് 4 സിംറ്റംസ് വളരെ സിഗ്നിഫിക്കന്റ് ആണ്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ 2 നില കയറുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു 40 വയസ്സോ 45 വയസ്സോ ആള് കിതയ്ക്കേണ്ടതല്ല. ക്ലിയർ അല്ലേ? അത് കിതയ്ക്കുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും പരിശോധിപ്പിക്കേണ്ടതാണ്. അതേസമയം ഒരു 70 വയസ്സുള്ള ഒരാള് 2 നിലയിൽ 3 നില കയറുമ്പോൾ കിതയ്ക്കുന്നത് സ്വാഭാവികമായിട്ടും പ്രായത്തിന്റെ ഭാഗമായിട്ടാകാം. അതേസമയം 30-40 വയസ്സുള്ള ആള് 2ാമത്തെ നില എത്തുമ്പോഴത്തേക്ക് കിതയ്ക്കുന്നുണ്ട് എങ്കിൽ അത് ഒരു ക്ലാസ് 3 സിംറ്റമാണ്. അത് തീർച്ചയായിട്ടും ഇവാലുവേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോഴത്തേക്കാണ് വെറുതെ ഇരിക്കുമ്പോൾ പോലും ഉണ്ടാകുന്ന സിംറ്റംസ് ഉണ്ടാകുമോ, അത് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ടത് തന്നെയാണ്. സോ ഞാൻ പറയും, നമ്മുടെ പ്രായത്തിനനുസരിച്ച്, നമ്മുടെ ശാരീരിക അവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ സിംറ്റംസ് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും പരിശോധിക്കണം. ഇപ്പോൾ പേഷ്യന്റിന് സിംറ്റംസ് ആയി സാറിന് വന്ന് കാണുന്നു, എന്തൊക്കെയാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് ടു ബി ഡൺ ഇൻ സച്ച് കണ്ടീഷൻസ്? നമ്മൾ 2 തരം ഇൻവെസ്റ്റിഗേഷൻസ് ആവും വേണ്ടത്. ഒന്ന് ഹൃദ്രോഗത്തിന്റെ നമ്മൾ പറയുന്നത് ബ്ലോക്കുകളുടെ ഘട്ടത്തിൽ ഹൃദ്രോഗം കണ്ടുപിടിക്കുന്നതിനും നമ്മൾ പ്രധാനമായിട്ടും 3 ഇൻവെസ്റ്റിഗേഷൻസ് ആണ് പ്രധാനമായിട്ടും ആദ്യ കാലഘട്ടങ്ങളിൽ ചെയ്യുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ECG എടുത്ത് നോക്കുക, 2 എക്കോ എടുക്കുക, 3 ഒരു ട്രെഡ്മിൽ പരിശോധന ചെയ്യിക്കുക. ഇതാണ് ഇങ്ങനെയുള്ള നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇതിനകത്ത് ECGയോ എക്കോയോ ഹൃദ്രോഗം ബ്ലോക്കുകൾ കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് അല്ല. മറിച്ച് ഹൃദയത്തിന് എന്തെങ്കിലും നേരത്തെ പരിക്കുകൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഹൃദയത്തിന് വാൽവുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, സ്ട്രക്ചറൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അനാറ്റമിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഫങ്ഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇതറിയാൻ വേണ്ടി മാത്രമാണ് ഈ പറയുന്ന എക്കോ പോലുള്ള പരിശോധന ചെയ്യാറുള്ളത്. സ്വാഭാവികമായിട്ടും ഏറ്റവും ഹൃദ്രോഗം ബ്ലോക്കുകൾ സംശയിക്കുമ്പോൾ ഏറ്റവും സാധാരണമായി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറയും ട്രെഡ്മിൽ ടെസ്റ്റ് ആണ്. കാരണം ഹൃദയത്തിന്റെ സിംറ്റംസ് എപ്പോഴും ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞു എക്സേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ശരീരത്തെ എക്സേർട്ട് ചെയ്യിച്ച് നോക്കുന്നത്. നോക്കുമ്പോൾ നമ്മൾ പ്രധാനമായി നോക്കുന്നത് ECGക്കകത്ത് ഈ എക്സസൈസ് സമയത്ത് ECGക്കകത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, എക്സസൈസ് സമയത്ത്
സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ നമ്മൾ നോക്കുന്നത്. TMT എന്ന് പറയുന്നത് ഒരു ഓൾ ഓർ നോൺ ടെസ്റ്റ് അല്ല. അതായത് ഈ TMTക്കകത്ത് വ്യത്യാസങ്ങളുണ്ട്, അതിനർത്ഥം പ്രശ്നങ്ങളാണ് എന്നും TMT നെഗറ്റീവ് ആണ് എല്ലാം സേഫ് ആണെന്നും ഇല്ല. അതിൻ്റെ ഒരു സെൻസിറ്റിവിറ്റി സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത് ഒരു 60 മുതൽ 70%. പ്രത്യേകിച്ച് സിംഗിൾ വെസൽ ഡിസീസുകൾക്ക് ഒരു രക്തസംബന്ധിച്ച് മാത്രമുള്ള ബ്ലോക്ക് രോഗത്തിന് 60-70% സ്പെസിഫിസിറ്റിയാണ്. സോ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ തീരുമാനമെടുക്കേണ്ടത്. അതായത് രോഗിയുടെ റിസ്ക് ഫാക്ടർ പ്രൊഫൈൽ, എന്തുമാത്രം റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, 2 രോഗിയുടെ സിംറ്റംസ് എങ്ങനെയുണ്ട്, 3 ഇൻവെസ്റ്റിഗേഷൻസിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച്, ഇതെല്ലാം അനുസരിച്ച് നമുക്ക് ഫർദർ ആയിട്ട് ഇവാലുവേഷൻ വേണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ചിലർക്ക് വളരെ സിമ്പിൾ ആണ്. ഒരാൾ ഒരു ഡയബറ്റിക് രോഗിയാണ്, റിസ്ക് ഫാക്ടേഴ്സ് വളരെ കൂടുതൽ ഒരാളാണ്, സിംറ്റംസ് വളരെ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു സിംറ്റംസ് ആണ്, നടക്കുമ്പോഴത്തേക്ക് നല്ല സിംറ്റം ഉണ്ട്, ആ സിംറ്റം TMT എടുത്തപ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കാം. അതിനർത്ഥം ഹൃദ്രോഗ സാധ്യത നല്ലതുണ്ട് എന്നും ഫർദർ ആയിട്ട് അദ്ദേഹത്തെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ആൻജിയോഗ്രാം പോലുള്ള ടെസ്റ്റുകൾ വഴി ഇവാലുവേറ്റ് ചെയ്യേണ്ടതുമാണ്. എന്നാൽ ചിലർക്ക് ഹൃദ്രോഗ സാധ്യത ഒരു 10-25 വയസ്സ് മാത്രം, സിംറ്റംസ് വളരെ ക്ലാസിക്കൽ സിംറ്റംസ് അല്ല, TMTയിൽ ഒരു 10 മിനിറ്റോളം നടന്നു, യാതൊരു ചേഞ്ചസും ഇല്ല എങ്കിൽ ഞാൻ ഇപ്പോൾ ഫർദർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യില്ല, അദ്ദേഹത്തെ ഞാൻ ഒന്നുകൂടെ റീഅസസ് ചെയ്യുമായിരിക്കും. അതിനുശേഷം റീഅസസ് ചെയ്തിട്ടും സിംറ്റംസ് കുറയുന്നില്ല, മരുന്നുകൾ കൊടുത്തിട്ടും സിംറ്റംസ് കുറയുന്നില്ല എങ്കിൽ മാത്രം ഫർദർ ആയിട്ട് റീവാലുവേറ്റ് ചെയ്താൽ മതിയായിരിക്കും. സോ ഓരോ ഇന്ന ടെസ്റ്റ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് പോകുക എന്നുള്ളതല്ല. ഒരു രോഗിയുടെ റിസ്ക് ഫാക്ടർ പ്രൊഫൈലും രോഗിയുടെ സിംറ്റംസും ഇൻവെസ്റ്റിഗേഷൻസ് കിട്ടുന്ന റിപ്പോർട്ടുകൾ എല്ലാം വെച്ചുകൊണ്ടാണ് ഫർദർ ആയിട്ട് ട്രീറ്റ്മെന്റ് വേണോ വേണ്ടയോ, ഫർദർ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻസ് വേണോ വേണ്ടയോ നിശ്ചയിക്കാറുള്ളത്. ഇപ്പോൾ റീസെന്റ് ഞങ്ങളുടെ ഒരു ടോക്കിന് വേണ്ടി കുറച്ച് റിസർച്ച് ചെയ്തപ്പോൾ couple of talks, they talk about CT angio ഒരു നല്ലൊരു പ്രഡിക്ടർ ആണ് ഫോർ കാർഡിയാക് എയിൽമെന്റ്സ്. എന്താണ് സാറിന്റെ ഒരു അഭിപ്രായം? തീർച്ചയായിട്ടും ഇന്ന് ഏറ്റവും അധികം റിസർച്ച് നടക്കുന്ന ഏരിയകളിലൊന്നാണ് CT ആൻജിയോഗ്രാമും അതിനുശേഷം CT കാൽഷ്യം സ്കോറിങ്ങും CT ആൻജിയോഗ്രാമും. ഒരു പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ വളരെ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് അല്ല. കാരണം ഓരോരുത്തർക്കും ഇന്റർപ്രിട്ടേഷൻ വളരെ ഡിഫിക്കൽട്ടാണ്. എല്ലാ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് എല്ലാ സെന്റേഴ്സിലും CT ആൻജിയോഗ്രാം ചെയ്യുന്ന എല്ലാ സെന്റേഴ്സിലും അതിന്റെ എക്സ്പീരിയൻസുകളും മറ്റു കാര്യങ്ങളും ഇല്ല. പ്രധാനമായിട്ടും CT ആൻജിയോഗ്രാം ചെയ്യുന്നത് നമ്മൾ എവൽ കണ്ടീഷൻ 2 കാര്യങ്ങൾ. ഒന്ന് റൂൾ ഔട്ട് ചെയ്യുക, റൂൾ ഇൻ ചെയ്യുക. റൂൾ ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഹൃദ്രോഗമില്ല എന്ന് തെളിയിക്കുക, റൂൾ ഇൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹൃദ്രോഗമുണ്ട് എന്ന് തെളിയിക്കുകയും ചെയ്യുക. ഇതിന് പ്രധാനമായിട്ടും CT ആൻജിയോഗ്രാം ഞാൻ ചെയ്യുന്നത് പ്രധാനമായും ലോ റിസ്ക് ആളുകൾക്ക്. ഉദാഹരണത്തിന് ഒരു 25 വയസ്സുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ 25-30 വയസ്സുള്ള ഒരു സ്ത്രീ, പുള്ളിക്കാരിക്ക് പല പ്രാവശ്യമായി എന്നെ വന്ന് കാണുന്നു, നെഞ്ചിന്റെ വേദനയുമായി കാണുന്നു, പരിശോധനകളൊക്കെ ചെയ്തു. സ്വാഭാവികമായിട്ട് പരിശോധനകൾ ചെയ്തപ്പോഴത്തേക്ക് അതിനകത്തൊന്നും കുഴപ്പങ്ങൾ കണ്ടുപിടിക്കുന്നില്ല. പക്ഷെ എങ്കിലും പുള്ളിക്കാരുടെ വേദന മാറുന്നില്ല. മനസ്സിലായത്? ആ രോഗിയെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് ഹൃദ്രോഗ സാധ്യത കുറവാണ്. കാരണം ഒരു സ്ത്രീയാണ്, 25 വയസ്സ് മാത്രമേ ഉള്ളൂ, സിംറ്റംസ് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് തോന്നുന്നില്ല, പ്രാഥമികമായ പരിശോധനയ്ക്കകത്ത് TMT പോലുള്ള ടെസ്റ്റുകൾ നെഗറ്റീവ് ആണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ലോ റിസ്ക് ആളാണ്. അവിടെ എനിക്ക് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഹൃദ്രോഗം റൂൾ ഇൻ ചെയ്യുക എന്നതിനേക്കാൾ അപ്പുറമായി റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ സ്വാഭാവികമായിട്ട് ഞാൻ CT സ്കാൻ ഒരു സാധാരണ ഒരു ആൻജിയോഗ്രാമിനെക്കാട്ടും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ഒരുപക്ഷെ ഞാൻ CT സ്കാൻ ചെയ്യുമായിരിക്കാം. അതേസമയം അങ്ങനെയല്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു 67 വയസ്സുള്ള ഒരാള്, ഒരു 67-70 വയസ്സുള്ള ഒരാള് ഡയബറ്റിക് രോഗിയാണ്, നെഞ്ചുവേദന ഉണ്ടായി, പരിശോധന നടത്തി, പരിശോധനയ്ക്ക് ചില സസ്പീഷ്യസ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ കിട്ടി. ആ സമയത്ത് ഞാൻ CT ആൻജിയോഗ്രാമോ ചെയ്യിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യില്ല. ഞാൻ സാധാരണമായി ചെയ്യാൻ പോകുന്നത് റുട്ടീൻ ആയിട്ടുള്ള ഒരു കൊറോണറി ആൻജിയോഗ്രാം ആയിരിക്കും. കാരണം അവിടെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് റൂൾ ഇൻ ചെയ്യുക എന്നുള്ളതാണ്. ഹൃദ്രോഗം ഉണ്ടെങ്കിൽ അത് കൃത്യമായി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം 70 വയസ്സായി സ്വാഭാവികമായി തന്നെ ഹൃദ്രോഗ സാധ്യത കൂടിയ ഘട്ടമാണ്. റിസ്ക് ഫാക്ടേഴ്സ് ഡയബറ്റിക് ആണ്. എനിക്ക് എൻ്റെ പരിശോധനയിൽ നിന്ന് സസ്പീഷ്യസ് ആയിട്ട് ചില ഫൈൻഡിങ്സ് എനിക്ക് മറ്റു പരിശോധന കിട്ടിയുള്ളപ്പോൾ, അങ്ങനെയുള്ളപ്പോൾ ഞാൻ CT സ്കാനിനെക്കാട്ടും കൂടുതലായി അവിടെ ഉപയോഗിക്കുന്നത്
ഒരുപക്ഷെ ഒരു 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 നോർമൽ കൊറോണറി ആൻജിയോഗ്രാം ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ലോ റിസ്ക് ആളുകളിൽ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് CT സ്കാൻ തീർച്ചയായിട്ടും വളരെ നല്ലൊരു ടൂൾ തന്നെയാണ്. But for given an option, first, would you choose TMT or angio? I mean CT. എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റുകളിൽ ഒന്ന് TMT തന്നെയായിരിക്കും ഞാൻ പറയും. കാരണം എന്തുകൊണ്ട് ഞാൻ TMT ചെയ്യിക്കുമെന്ന് ചോദിച്ചാൽ, ഒന്ന്, രോഗിക്ക് എത്രമാത്രം നടക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ എനിക്ക് കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നടക്കുമ്പോൾ എന്താണ് പ്രയാസം ഉണ്ടാകുന്നതിനെ കുറിച്ച് എനിക്ക് ധാരണ കിട്ടും. മൂന്നാമത്തത് സിംറ്റംസ് നടക്കുമ്പോൾ സിംറ്റംസ് ഉണ്ടാകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റും. സോ ഒരു പ്രിലിമിനറി ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഞാൻ പ്രിഫർ ചെയ്യുന്നത് തീർച്ചയായിട്ടും TMT പോലുള്ള പരിശോധനകളായി. ഇപ്പോൾ ഹാർട്ട് ബ്ലോക്ക് ആൻഡ് ഹാർട്ട് അറ്റാക്ക് രണ്ട് 2 സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ്. അത് ഇൻവെസ്റ്റിഗേഷൻസ് ഞങ്ങൾക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രണ്ട് പ്രശ്നങ്ങൾ തമ്മിലുള്ള ലക്ഷണങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബ്ലോക്കുകൾ എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു, ഹൃദയത്തിന്റെ രക്തധമനികൾക്കകത്ത് കൊഴുപ്പുകൾ അടിഞ്ഞുകൂടി താഴോട്ട് രക്തോട്ടം നടക്കാത്ത അവസ്ഥ. അതൊരു ക്രോണിക് പ്രോസസ്സാണ്. 1-2 ദിവസങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നമല്ല ബ്ലോക്കുകളുടെ പ്രശ്നം. എന്നാൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു അക്യൂട്ട് പ്രശ്നമാണ്, പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ബ്ലോക്കുകൾക്കുള്ളിൽ രക്തക്കട്ടകൾ വന്നാണ്, ബ്ലഡ് ക്ലോട്ട്സ് വന്ന് അടിയുന്നു. സോ ബ്ലോക്ക് പ്ലസ് ബ്ലഡ് ക്ലോട്ട്സ് സമം ഹാർട്ട് അറ്റാക്ക്. ഈ ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാകുന്ന പ്രക്രിയ വളരെ പെട്ടെന്ന് ഉണ്ടാകുന്നതാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് പെട്ടെന്ന് ഉണ്ടാകുന്നത്. അതായത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന നെഞ്ചിന്റെ ഒരു പ്രയാസം. മനസ്സിലായി? അത് വേദന തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. പെട്ടെന്ന് ഒരു നെഞ്ചിന്റെ ഒരു വെയിറ്റ്, ഒരു ഭാരം, ഒരു കട്ടുകഴപ്പ്, നെഞ്ചെരിച്ചിൽ, അതോടൊപ്പം തന്നെ മറ്റ് സിംറ്റംസ്. ഉദാഹരണത്തിന് ഈ പ്രയാസം ശരീരത്തിന്റെ പല ഭാഗത്തോട്ട് മാറുന്നു, കഴുത്തിലോട്ട് മാറുന്നു, കൈയുടെ 2 സൈഡിലോട്ട് വേണമെങ്കിൽ മാറാം, പുറകുവശത്തേക്ക് മാറുന്നു, അതോടൊപ്പം വേർക്കുക, ഛർദിക്കുക. ഇതൊക്കെയാണ് ഈ ഹാർട്ട് അറ്റാക്കിന്റെ സിംറ്റംസ്. സോ ബ്ലോക്കുകളുടെ പുറത്ത് രക്തക്കട്ടകൾ വന്നടഞ്ഞ് ഹൃദയത്തിന്റെ മസിലുകളിലോട്ടൊരു രക്തഓട്ടം പൂർണ്ണമായോ ഭാഗികമായോ തടസ്സപ്പെടുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. അതിന്റെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ട് നെഞ്ചുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ നെഞ്ചിന് പ്രയാസം ഉണ്ടാകുന്നു. വേദനയാകാം, വെയിറ്റ് ആകാം, ഭാരമാകാം, കട്ടുകിഴപ്പാകാം. അതോടൊപ്പം തന്നെ മറ്റ് സിംറ്റംസും ഉണ്ട് എങ്കിൽ അത് ഹാർട്ട് അറ്റാക്ക് ആകാം. സിംറ്റംസ് വഴിയായി നമുക്ക് ഹാർട്ട് അറ്റാക്ക് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ECGയിലെ വ്യത്യാസങ്ങളും അതുപോലെ ബ്ലഡ് ടെസ്റ്റുകളുമാണ്. ECG വ്യതിയാനം എന്ന് പറയുന്നത്, നമ്മൾ വേദന എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ചെറുതോ വലുതോ ആയി ചേഞ്ചസ് ആ ഹാർട്ട് അറ്റാക്കിന്റെ കാഠിത്തോതിനനുസരിച്ച് ചിലപ്പോൾ വളരെ ചെറിയ ചേഞ്ചസ് ആയിരിക്കാം, അല്ലെങ്കിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ചേഞ്ചസ് ആയിരിക്കാം. ആ ബ്ലഡ് എന്തുമാത്രം രക്തോട്ടം തടസ്സപ്പെടുന്നുണ്ട്, എന്തുമാത്രം വലിയ രക്തക്കട്ടകളാണ്, എന്തുമാത്രം ഭാഗത്തെ അത് ബാധിക്കുന്നുണ്ട് എന്നതിനനുസരിച്ച് ചെറുതോ വലുതോ ആയ ECG ചേഞ്ചസ് ഉണ്ടാകാം. പിന്നെയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് യാതൊരു ലക്ഷണവും ഇല്ല, സ്വാഭാവികമായിട്ടും ECG നോർമൽ ആയിരിക്കും. മനസ്സിലായത്? അങ്ങനെയുള്ളപ്പോഴത്തേക്കാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് ട്രോപ്പോണിൻ എന്ന് പറയുന്ന ടെസ്റ്റാണ്. ട്രോപ്പോണിൻ ടെസ്റ്റ് അത് ഹൃദയത്തിന്റെ മസിലുകളുള്ള ഒരു എൻസൈം, ഒരു പ്രോട്ടീനാണ്. അത് സ്വാഭാവികമായിട്ടും ഹൃദയത്തിന്റെ മസിലുകൾക്ക് ക്ഷതമുണ്ടാകുമ്പോൾ അത് രക്തത്തിലേക്ക് അലിയുകയും ആ പ്രോട്ടീനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ ബ്ലഡ് ടെസ്റ്റിൽ പോസിറ്റീവ് ആവുക എന്ന് പറയുന്നത്. സോ ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും 2 ഉണ്ടെങ്കിൽ നമുക്ക് ഹൃദ്രോഗമാണ് എന്ന് പറയാം, ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് പറയാം. 1 സിംറ്റംസ്, ഹൃദ്രോഗ സംബന്ധമായ സിംറ്റംസ്. 2 ECG ചേഞ്ചസ്. 3 ബ്ലഡ് ടെസ്റ്റിനകത്ത് വ്യത്യാസങ്ങൾ. ഇതിൽ 3-ൽ 2 പോസിറ്റീവ് ആണ് എങ്കിൽ അത് ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. Sir, post 2018 we all underwent corona. ഇപ്പോൾ ഒരു ലോട്ട് ഓഫ് പ്രൊപ്പഗാൻഡ, കോവിഡ് വാക്സിൻ കഴിഞ്ഞിട്ട് ചാൻസസ് ഓഫ് ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്സ് ആർ ഹൈ. അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? ഓർ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നമ്മൾ ലോകം ഒരിക്കൽ പോലും കടന്നു പോകാത്ത ഒരു സാഹചര്യം കൂടിയാണ് 2020 ശേഷം നമ്മൾ കടന്നുപോയത്. കോവിഡ് രോഗം വരികയും അതിന്റെ ഇനീഷ്യലി ആ രോഗത്തെ കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ലായിരുന്നു. പിന്നീട് സബ്സിക്വന്റ്ലി പഠനങ്ങൾ വന്നു, രോഗത്തെ കൂടുതൽ മനസ്സിലാക്കി,
രോഗത്തിന്റെ ചികിത്സകളെ കൂടുതൽ മനസ്സിലാക്കി, വാക്സിനും കണ്ടുപിടിച്ചു. അതിനുശേഷം ഇപ്പോൾ തീർച്ചയായിട്ടും രോഗം പതുക്കെ ബാക്ക് ടു നോർമൽ അല്ലെങ്കിൽ നിയർ നോർമൽ ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക, നമ്മുടെ വൈദ്യശാസ്ത്രം പുരോഗതി എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നമുക്ക് കോവിഡിന്റെ സമയത്ത് കണ്ടതാണ്. എങ്ങനെയാണ് രോഗത്തെ ആ ശാസ്ത്രം നേരിടുന്നത്, ആ ശാസ്ത്രം ആ രോഗത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു, അതിനുശേഷം അത് എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നതിനെ കുറിച്ച്. ഇന്നൊരു കാര്യം വളരെ കൃത്യമാണ്, ലോകത്തിന് കോവിഡിനെ അതിജീവിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കോവിഡ് വാക്സിൻ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അതേപോലെ തന്നെ രോഗത്തെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ കോവിഡ് ഒരു 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 രക്തക്കട്ടകളുടെ രോഗമായിട്ടല്ല അറിയപ്പെട്ടിരുന്നത്. പിന്നീട് നമുക്ക് മനസ്സിലായി ഇത് കോവിഡ് ഏറ്റവും പ്രധാനമായിട്ടും രക്തക്കട്ടകളുടെ ഒരു രോഗമാണ് എന്ന് ഞാൻ പറയും. മനസ്സിലായില്ലേ? കാരണം കോവിഡിന്റെ സമയത്താണ് ഞാൻ ഒരു പക്ഷേ ഇത്രമാത്രം രക്തക്കട്ടകൾ മനുഷ്യനുണ്ടാകുന്നത് കണ്ടിട്ടുള്ളത്. കാര്യം രണ്ട് കാലുകളിലോട്ടും രക്തധമനികൾ മുഴുവൻ രക്തക്കട്ടകൾ മൂലം അടഞ്ഞുപോയ രോഗികളെ രക്തക്കട്ടകൾ വലിച്ചെടുക്കേണ്ട ആവശ്യകത വന്നിട്ടുണ്ട്. ഹൃദയത്തിന്റെ വാൽവുകൾക്ക് പ്രത്യേകിച്ച് ബയോളജിക്കൽ പ്രോസ്തറ്റിക് വാൽവ്സ് ഉണ്ട്. പ്രോസ്തറ്റിക് വാൽവുകൾ സാധാരണ രക്തക്കട്ടകൾ മൂലം അടയാറില്ല. മനസ്സിലായില്ലേ? എന്നാൽ കോവിഡിന്റെ സമയത്ത് ബയോളജിക്കൽ വാൽവ്സ് പോലും രക്തക്കട്ടകൾ മൂലം അടഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. ധാരാളം ആളുകൾക്ക് കോവിഡ് മൂലം മരണമുണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം പൾമണറി എംബോളിസം ആയിരുന്നു. ലങ്സിലോട്ട് പോകുന്ന രക്തധമനി രക്തക്കട്ടകൾ വന്ന് അടഞ്ഞിരുന്നത്. ഹൃദ്രോഗ സാധ്യത കൂടുതലുണ്ടായിരുന്നു. ഹൃദയത്തിന് രക്തക്കട്ടകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ കോവിഡ് ഒരു ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ രോഗമാണ്. അതുകൊണ്ട് തന്നെയാണ് കോവിഡിന്റെ ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഉണ്ടായിരുന്നു ഒന്ന് എന്ന് പറയുന്നത് ബ്ലഡ് തിന്നേഴ്സ് ആയിരുന്നു. മനസ്സിലായില്ലേ? ബ്ലഡ് തിന്നേഴ്സ്, അത് ഇഞ്ചക്ഷൻ രൂപത്തിലുള്ളതും ഗുളിക രൂപത്തിലുള്ള മരുന്നുകൾ, രക്തം കട്ട പിടിക്കാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഗുളികകളും, രക്തം കട്ടകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് അറിയാനുള്ള പരിശോധന, ഡൈമർ പോലുള്ള പരിശോധനകളും കോവിഡിന്റെ ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. സോ ആ രോഗം രക്തക്കട്ടകളുടെ രോഗമാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ചികിത്സയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഇല്ലാത്ത രീതിയിലായിരുന്നു നമ്മൾ. പിന്നീടാണ് നമുക്ക് ഈ ലോ മോളിക്കുലർ ഹെപ്പാരിൻസിനെ കുറിച്ചും ആന്റികോയാഗുലൻസിന്റെ ഒക്കെ റോളിനെ കുറിച്ച് നമുക്ക് വന്നത്. സോ അത് ഒരു വശത്ത്. പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വാക്സിൻ ഇത് രോഗത്തെ കൂട്ടിയോ? നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നമുക്ക് നോക്കേണ്ടത് രണ്ട് കാര്യമാണ്. ഒന്ന് അസോസിയേഷനും, രണ്ട് കൊസേഷനും. അസോസിയേഷൻ ഒരു രോഗവുമായിട്ട് ബന്ധമുണ്ട് എന്ന് മാത്രമേ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുള്ളൂ. കൊസേഷൻ എന്ന് പറയുന്നത് ആ രോഗം അത് മൂലമാണ് എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുമ്പോഴത്തേക്കാണ്. ഇതിനകത്ത് വളരെ ക്ലിയർ ആണ്. ഈ കോവിഡ് വാക്സിനും ഈ പറയുന്ന മരണവും ഒക്കെ ആയിട്ടൊരു അസോസിയേഷൻസ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു കൊസേഷൻ കണ്ടെത്തിയിട്ടില്ല. മനസ്സിലായി? അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കി കോവിഡ് വാക്സിനെ കുറ്റം പറയുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പഠനങ്ങൾ വളരെ ക്ലിയർ ആണ്. ഈ കോവിഡ് വാക്സിൻ മൂലം നമുക്കുണ്ടായ ഗുണങ്ങളാണോ കോവിഡ് വാക്സിൻ മൂലമുള്ള ദോഷങ്ങളാണോ കൂടുതൽ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതുമൂലം ഗുണങ്ങൾ തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. അതുമൂലമാണ് മനുഷ്യരാശി ഇന്ന് ആ കോവിഡ് രോഗത്തെ ഒരു പരിധി വരെ മറികടക്കാൻ പര്യാപ്തമായതും. So majority problem was with corona as a problem, vaccine അല്ല. ഇല്ല, തീർച്ചയായിട്ടും വാക്സിൻ പക്ഷേ സ്വാഭാവികമായിട്ട് വാക്സിൻ പ്രോബ്ലംസ് കൂടുതൽ കണ്ടെത്തുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും അതുമൂലം വാക്സിൻ നിർത്തിവെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ശാസ്ത്രം അങ്ങനെയാണ്, വൈദ്യശാസ്ത്രം അങ്ങനെയാണ് പുരോഗമിക്കുന്നത്. അതിന്റെ പുരോഗമനത്തിന്റെ ഭാഗമായിട്ടുള്ള വ്യത്യാസങ്ങൾ കോവിഡ് വാക്സിന്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ മെനി ഓഫ് us ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ വാച്ച്, അവരെല്ലാവരും ക്ലെയിം ചെയ്യുന്നു ദാറ്റ് ഒരു ഹാർട്ട് അറ്റാക്കിന് പ്രെഡിക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് കൂടുമ്പോൾ ഒരു ഹാർട്ട് പ്രോബ്ലം വരാം. അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? ഇന്ന് നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്തും അത് വെയറബിൾസിന്റെ കാലത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആപ്പിൾ വാച്ച് പോലുള്ള വെയറബിൾ ഡിവൈസുകൾ നമുക്ക് എന്ത് ഗുണം കിട്ടും എന്നുള്ളതാണ് ചോദ്യം. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇതൊന്നും ഒരു ഹാർട്ട് അറ്റാക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്നതല്ല. മനസ്സിലായില്ല? ഹാർട്ട് അറ്റാക്ക് പ്രെഡിക്റ്റ് ചെയ്യോ ഈ ആപ്പിൾ വാച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹാർട്ട് അറ്റാക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് ഏട്രിയൽ ഫിബ്രിലേഷൻ,
ഹൃദയത്തിന്റെ ഇടിപ്പുകൾക്ക് താളം തെറ്റുന്ന ഒരു രോഗമുണ്ട്. അത് പലപ്പോഴും ഏട്രിയൽ ഫിബ്രിലേഷനെ ഇങ്ങനത്തെ വിയറബിൾ ടെക്നോളജി വഴി, പ്രത്യേകിച്ച് ആപ്പിൾ വാച്ച് മൂലം അതിന്റെ സെൻസിറ്റിവിറ്റിയും സ്പെസിഫിസിറ്റിയും ഏട്രിയൽ ഫിബ്രിലേഷൻ ഡിറ്റക്ഷൻ വളരെ വളരെ യൂസ്ഫുൾ ആണ്. ഏട്രിയൽ ഫിബ്രിലേഷൻ നേരത്തെ കണ്ടുപിടിച്ചാൽ അത് ചികിത്സിച്ചാൽ നിങ്ങൾക്ക് സ്ട്രോക്കും മറ്റു കാര്യം ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറയുകയാണ് ചെയ്യുന്നത്. സോ ആ കാര്യത്തിൽ ഒന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്നു, ഏട്രിയൽ ഫിബ്രിലേഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഏട്രിയൽ ഫിബ്രിലേഷൻ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് മൂലം നിങ്ങൾ മരുന്ന് കഴിക്കുകയോ അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ സ്ട്രോക്കിനുള്ള സാധ്യത കുറയുന്നതായി കണ്ടിട്ടുണ്ട്. എന്നാൽ ഇങ്ങനത്തെ വേറബിൾ ടെക്നോളജി ഒന്നുപോലും ഒരു ഹാർട്ട് അറ്റാക്ക് പ്രെഡിക്റ്റ് ചെയ്യാനോ പ്രിവെന്റ് ചെയ്യാനോ സാധിക്കുന്നതായി പഠനങ്ങൾ ഇതുവരെ തെളിയിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ സിൻസ് ഞങ്ങളിപ്പോൾ യങ് അഡൽട്ട്സ് വീട്ടിൽ സംസാരിക്കുന്നുണ്ട്, ഹൗ എഫക്റ്റീവ് ഈസ് ഈ റൊട്ടീൻ ഹെൽത്ത് സ്ക്രീനിങ് ആൻഡ് എപ്പോഴാണ് ഒരു കാർഡിയോളജിസ്റ്റിന് ആൾക്കാർ ഒരു റുട്ടീനായിട്ട് വിസിറ്റ് ചെയ്യുന്നത്? പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ റുട്ടീനായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പുകളുടെ ആവശ്യമുണ്ടോ എന്നുള്ളത്. അത് ഹെൽത്ത് ചെക്കപ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ എന്തൊക്കെയാണ് റുട്ടീനായിട്ട് ഹെൽത്ത് ചെക്കപ്പുകൾ വേണ്ടത്? ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹെൽത്ത് ചെക്കപ്പ് എന്നൊരു ഈ യങ് അഡൽട്ട്സിനോട് ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, നിങ്ങൾ പുകവലിക്കുന്ന ഒരാളാണെങ്കിൽ പുകവലി പൂർണ്ണമായി നിർത്തുക. നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ആ റിസ്ക് ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും എക്സേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ സിംറ്റംസ് നമുക്ക് അറിയാൻ സാധിക്കും. നമ്മൾ വളരെ ഫിസിക്കലി ആക്റ്റീവായിരിക്കുന്ന ഒരാളാണ് എങ്കിൽ, സാധാരണ നമ്മൾ പറയുന്ന എൻ്റെ അടുത്ത് വരുന്ന ഡോക്ടറെ, ഞാൻ പണ്ട് എനിക്ക് 1 കിലോമീറ്റർ അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ നടക്കുകയോ ഓടുകയോ ചെയ്യുമ്പോൾ യാതൊരു പ്രയാസവും ഇല്ല. പക്ഷെ ഇപ്പോൾ ഈ ദിവസങ്ങളെ നോക്കുമ്പോഴത്തേക്ക് ഒരു 500 മീറ്റർ ഓടുമ്പോൾ പോലും എനിക്ക് കിതയ്ക്കുന്നു, സാധാരണ ഇല്ലാത്തൊരു ഫീലിംഗ് എനിക്ക് നെഞ്ചുമായിട്ട് ഉണ്ടാവുന്നു. അത് സ്വാഭാവികമായിട്ടും ഒരു സംശയാസ്പദമായ ലക്ഷണമായി മാറുകയും അത് പരിശോധനയിലേക്ക് നയിക്കുകയും രോഗം കണ്ടുപിടിക്കുകയും ചെയ്യുന്ന സാഹചര്യം. സോ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. 2, വളരെ ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കുക. 3, അതിനുശേഷം മാത്രമേ ഞാൻ പറയും ഒരു യങ് അഡൽട്ട്സിന് ഈ പറയുന്ന ഒരു ജനറൽ ഹെൽത്ത് ചെക്കപ്പിന്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ പറയുന്നു. ഏറ്റവും സംഘടനകൾ പറയുന്നത് ഒരു 20 വയസ്സിലെങ്കിൽ നിങ്ങളുടെ പ്രാഥമികമായ ബ്ലഡ് ടെസ്റ്റുകൾ ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രാഥമികമായ ബ്ലഡ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നിങ്ങൾ ഡയബറ്റിക് ആണോ അല്ലയോ എന്ന് അറിയുക. 2, നിങ്ങളുടെ കൊളസ്ട്രോൾ ലിപ്പിഡ് പ്രൊഫൈൽ എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 3, നിങ്ങളുടെ ബ്ലഡ് പ്രഷർ എത്രയാണെന്ന് മനസ്സിലാക്കുക. ഇതാണ് ഈ പ്രാഥമികമായ ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യുക. ഡയബറ്റിക് അല്ല എന്ന് ഉറപ്പുവരുത്തുക. ഷുഗർ കൺട്രോൾഡ് ആണ്. HbA1c 6.5% താഴെയാണ് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ കൊളസ്ട്രോൾ സാധാരണ ഒരു കൊളസ്ട്രോൾ ഒരു 200 താഴെ, ടോട്ടൽ കൊളസ്ട്രോൾ ഷുഡ് ബി ലെസ് ദാൻ ഒരു 200 താഴെ. LDL കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ ഒരു 130 താഴെ, പ്രിഫറബിളി 100 താഴെ എന്ന് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ടെസ്റ്റുകളാണ് നിങ്ങൾ പ്രാഥമികമായി ചെയ്യേണ്ട ബ്ലഡ് ടെസ്റ്റുകൾ. ഇതിൽ നോർമൽ ആണ് എങ്കിൽ മേ ബി എല്ലാ 6 മാസവും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 2 വർഷമോ അല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷമൊക്കെ ചെയ്താൽ മതിയാവും. പക്ഷെ ഇതിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭക്ഷണക്രമത്തിലൂടെയും ജീവിതശൈലിയിലൂടെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുക. എന്നിട്ടും നിങ്ങൾ ഇത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഒരു കാർഡിയോളജിസ്റ്റിനെ കാണുകയോ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ ആവശ്യം, ഒരിക്കൽ പോലും ആദ്യഘട്ടത്തിൽ മരുന്നുകളുടെ ആവശ്യം ഉണ്ടാകില്ല. മനസ്സിലായില്ലേ? അത് മരുന്ന് വേണമെന്ന് നിശ്ചയിക്കുന്നത് ആ അബ്സല്യൂട്ട് നമ്പർ മാത്രമല്ല, നമ്മുടെ റിസ്ക് പ്രൊഫൈൽ കൂടി ആയിരിക്കാം. നമ്മൾ നല്ല റിസ്ക് ഉള്ള ഒരാളാണ് എങ്കിൽ ഒരുപക്ഷെ ഡോക്ടർ മരുന്നുകൾ തുടങ്ങുമായിരിക്കാം. നമ്മൾ റിസ്ക് ഒന്നും ഇല്ല എങ്കിൽ മരുന്നുകളുടെ ആവശ്യവുമില്ല. മനസ്സിലായി? സോ ഇതാണ് പ്രാഥമികമായിട്ട് ജനറൽ ചെക്കപ്പ് എന്ന് പറയുന്നത്. പിന്നെ സാധാരണ ഞാൻ പറയുന്ന ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഒരു മേ ബി ഒരു 40 വയസ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ ഒരു റുട്ടീനായിട്ട് TMT ഒക്കെ എടുത്ത് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഒരു അബ്സല്യൂട്ട് മസ്റ്റ് എന്ന് ഞാൻ പറയില്ല. പക്ഷെ എങ്കിലും ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 12 മിനിറ്റ് നിങ്ങൾ ഒരു TMT ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഹൃദ്രോഗ സാധ്യത കുറവാണ്. ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, കുറവായിരിക്കാനുള്ള സാധ്യത ഉള്ളത്. സോ 1, നമ്മുടെ റിസ്ക് കുറയ്ക്കാനുള്ള പ്രാഥമികമായ നടപടികൾ. 2, ചില ബ്ലഡ് ടെസ്റ്റുകൾ. 3, പ്രത്യേകിച്ച് ഒരു 20 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കൊളസ്ട്രോൾ, ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. മേ ബി 2 മുതൽ 5 വർഷത്തിനിടയ്ക്ക് ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യുക.
പിന്നെയുള്ളത് ഒരു 40 വയസ്സാകുമ്പോൾ ഒരു ട്രെഡ്മിൽ പോലുള്ള ടെസ്റ്റുകൾ ചെയ്ത് ഒന്നുമില്ല എന്ന് ഉറപ്പിക്കുന്നതായിരിക്കും ഈ ഒരു പ്രായത്തിലുള്ള ആളുകളോട് എൻ്റെ ഒരു അഡ്വൈസ്. ഇപ്പൊ ഞാൻ കുറച്ച് എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയാണ് ലൈക്ക് വായോ ഒന്ന് ഹെൽത്ത് ചെക്കപ്പ് ചെയ്താലോ. ഫസ്റ്റ് അവരുടെ ഒരു ആൻസർ വെറുതെ എന്തിനാ പോണേ, ഡോക്ടർ എന്തായാലും മരുന്ന് എഴുതും. ഐ അഗ്രി വിത്ത് യുവർ പോയിന്റ്. ഈ ഒരു റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടായാൽ മാത്രമേ മരുന്ന് കഴിക്കേണ്ട ആവശ്യമുള്ളൂ. ഞങ്ങളുടെ ഒരു ജനറൽ പോപ്പുലേഷനിൽ ഇങ്ങനെ പേടിക്കാതിരിക്കാൻ പ്ലീസ് വിസിറ്റ് ഡോക്ടർ ചെയ്യാൻ എന്താണ് സാറിന്റെ ഒരു സജഷൻ? ഞാൻ പറഞ്ഞു, മരുന്നുകള് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ ഒരു പ്രൈമറി പ്രിവെൻഷനിൽ യാതൊരു റോളും ഇല്ലാത്തൊരു കാര്യം. നമ്മൾ രണ്ടായിട്ട് പ്രിവെൻഷൻ തിരിക്കും. ഒന്ന് പ്രൈമറി പ്രിവെൻഷൻ, രണ്ട് സെക്കൻഡറി പ്രിവെൻഷൻ. പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഹൃദ്രോഗം ഒന്നും ഉണ്ടാകാത്ത ഒരാൾക്ക് ഹൃദ്രോഗം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും, സെക്കൻഡറി പ്രിവെൻഷൻ ഹൃദ്രോഗം ഉണ്ടായ ഒരാൾക്ക് വീണ്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ്. നമ്മൾ പ്രൈമറി പ്രിവെൻഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രൈമറി പ്രിവെൻഷൻ പ്രധാനമായിട്ടും നമുക്ക് ഒരു മരുന്ന് മാത്രമേ ഉള്ളൂ. അത് സ്റ്റാറ്റിൻസ് ആണ്. അത് വളരെ പ്രധാനപ്പെട്ടത് ഹൃദ്രോഗ സാധ്യത വളരെ കൂടുതലുണ്ട്, റിസ്ക് കൂടുതലുണ്ടെങ്കിൽ മാത്രം. ഒരു 10-year കാർഡിയോവാസ്കുലർ റിസ്ക് എന്ന് പറയുന്നത് 10% മുകളിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിന് പല ടൂൾസ് അവൈലബിൾ ആണ്. സ്ക്രീനിങ് ടൂൾസ് ഉണ്ട്. ആ സ്ക്രീനിങ് ടൂളുകൾ വെച്ച് നമ്മുടെ 10-year ഹൃദ്രോഗ സാധ്യത കൂടുതലാണ്, 10 to 20% കൂടുതലാണെങ്കിൽ മാത്രമേ സ്റ്റാറ്റിൻസിൽ പോലും റോളുള്ളൂ. മനസ്സിലായില്ല? അല്ലാതെ യാതൊരു മരുന്നുകൾക്കും വേറെ റോളില്ല. ഒരു ആസ്പിരിൻ ഒരു റോളും ഇല്ല. വളരെ പ്രധാനമായിട്ട് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, ഒരു 60 വയസ്സ് മുകളിലുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് ഒരു പ്രൈമറി പ്രിവെൻഷൻ ആസ്പിരിൻ റോളുള്ളൂ. അല്ലാത്തവർക്ക് ആസ്പിരിൻ പോലും യാതൊരു റോളും ഇല്ല. പിന്നെയുള്ളത് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുക. അങ്ങനെയുള്ള ഒരു ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. ആ ഗൈഡ് ലൈൻ അനുസരിച്ച് മാത്രമേ ചിലപ്പോൾ മരുന്നുകൾക്ക് ആവശ്യമുണ്ടാവുള്ളൂ. സോ ഒരു പ്രൈമറി പ്രിവെൻഷന് മരുന്നുകൾക്ക് വളരെ പരിമിതമായ റോള് മാത്രമേ ഉള്ളൂ. സാർ, ഇപ്പോൾ ഈ ഒരു ഹാർട്ട് അറ്റാക്ക് ആയ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്? ഹൗ ഡു യു ട്രീറ്റ്? ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ എത്തുകയും ആ ഹാർട്ട് അറ്റാക്കിന്റെ തീവ്രത എന്തുമാത്രം മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ തീവ്രത നിശ്ചയിക്കുന്നത് രോഗിയുടെ സിംറ്റംസ്, ECGയിലെ വ്യതിയാനങ്ങൾ ഒക്കെ അനുസരിച്ച് ട്രോപ്പോണിൻ ടെസ്റ്റിന്റെ റിപ്പോർട്ടുകളൊക്കെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണത്തിന് രോഗിക്ക് വേദന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ECGക്കകത്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മളത് ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും. ഒരു മെഡിക്കൽ ടേമിൽ പറയുകയാണെങ്കിൽ ST എലിവേഷൻ MI എന്ന് പറയും, ST എലിവേഷൻ STEMI എന്ന് പറയും. എന്നാൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സ്പെക്ട്രമാണ്. ഒരറ്റത്ത് എന്ന് പറയുന്നത് രോഗിക്ക് നെഞ്ചുവേദന മാത്രം, ആശുപത്രി ചെല്ലുന്നു, ആശുപത്രിയിൽ നിന്നിപ്പോൾ യാതൊരു വ്യത്യാസവും ഇല്ല, ECG നോർമലാണ്, ബ്ലഡ് ടെസ്റ്റ് ട്രോപ്പോണിൻ ടെസ്റ്റ് പല പ്രാവശ്യം എടുത്തു, അത് നെഗറ്റീവാണ്. അത് ഹാർട്ട് അറ്റാക്കിന്റെ ഇങ്ങേ അറ്റത്തുള്ള ഒരു ഘട്ടമായിട്ട് പറയും, അൺസ്റ്റേബിൾ അൻജീന എന്ന് പറയും. ഇതിന് രണ്ടിനെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, ഒരറ്റത്ത് അൺസ്റ്റേബിൾ അൻജീന, മറ്റത്ത് STEMI പോലുള്ള മേജർ ആയിട്ട് ഹാർട്ട് അറ്റാക്ക്. ഇതിനിടയ്ക്ക് വേറൊരു ഗ്രൂപ്പ് ഉണ്ട്, NSTEMI എന്ന് പറയും, നോൺ ST എലിവേഷൻ MI. വേദന ഉണ്ടായി, ECGക്കകത്ത് വ്യത്യാസങ്ങളുണ്ടായി, ബ്ലഡ് ടെസ്റ്റിനകത്ത് ട്രോപ്പോണിൻ ടെസ്റ്റ് പോസിറ്റീവായിട്ട് വരും. സോ ഇതാണ് ഒരു ഹാർട്ട് അറ്റാക്കിന്റെ ഒരു സ്പെക്ട്രം എന്ന് പറയുന്നത്. മേജർ ഹാർട്ട് അറ്റാക്ക് ഒരു മെഡിക്കൽ എമർജൻസി തന്നെയാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, മേജർ ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് ഒരു മെഡിക്കൽ എമർജൻസി തന്നെയാണ്. അത് എത്രയും പെട്ടെന്ന് രക്തോട്ടം പുനഃസ്ഥാപിച്ചില്ല എങ്കിൽ അത് ഹൃദയത്തിന്റെ പമ്പിംഗ് പ്രവർത്തനങ്ങൾ മോശമാകുകയും അത് ദൂരവ്യാപകമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ളപ്പോഴത്തേക്കാണ് നമ്മൾ എത്രയും പെട്ടെന്ന് രക്തോട്ടം തുറന്നു കൊടുക്കുക എന്നത്. എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കാൻ ഏറ്റവും നല്ല മാർഗം ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക എന്നുള്ളതാണ്. പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി. അത് ആ സമയത്ത് ഒരു ഓപ്പൺ ഹാർട്ട് ശസ്ത്രക്രിയക്ക് യാതൊരു സാധ്യതയുമില്ല, സ്കോപ്പുമില്ല, ശാസ്ത്രീയമായിട്ട് ഇൻഡിക്കേഷൻസും വളരെ കുറവാണ്. മനസ്സിലായില്ലേ? സോ ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് മെഡിക്കൽ എമർജൻസിയാണ്. അത് എത്രയും പെട്ടെന്ന് രക്തോട്ടം പുനഃസ്ഥാപിക്കണം. അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ആൻജിയോപ്ലാസ്റ്റി. മറ്റ് രണ്ട് ഘട്ടമാണ് അൺസ്റ്റേബിൾ അൻജീന, NSTEMI. ഇവിടെ ഉള്ളപ്പോൾ നമുക്ക് ആദ്യ ഘട്ടങ്ങളിൽ മരുന്നുകൾ കൊടുക്കുന്നു. എന്തിനാണ് മരുന്നുകൾ കൊടുക്കുന്നത്? രക്തക്കട്ടകൾ അലിയാനുള്ള മരുന്നാണ് കൊടുക്കുന്നത്. അതിനുശേഷം രോഗി ചിലപ്പോൾ ആൻജിയോഗ്രാം ടെസ്റ്റിലേക്ക് പോകാം. ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്യുന്നത് ഹൃദയത്തിലെ രക്തധമനികളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ബ്ലോക്കുകൾ എന്തുമാത്രമുണ്ട്, എത്ര രക്തധമനി ബ്ലോക്കുകളുണ്ട്,
ഒരു രക്തധമനിയിൽ മാത്രമേ ഉള്ളൂ, പല രക്തധമനിയിലാണോ, ബ്രാഞ്ചുകൾക്ക് ബ്ലോക്ക് ഉണ്ടോ, ഇതൊന്നും നമുക്ക് പുറമെയുള്ള ടെസ്റ്റുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയുള്ളപ്പോഴത്തേക്കാണ് ആൻജിയോഗ്രാമിനെ കുറിച്ച് പോകുന്നത്. ആൻജിയോഗ്രാമിനനുസരിച്ച് ചികിത്സകൾ നമുക്ക് നിശ്ചയിക്കാൻ പറ്റും. ചിലപ്പോൾ രോഗിക്ക് മരുന്ന് മാത്രം മതിയാകും, ചിലപ്പോൾ രോഗിക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരുമായിരിക്കാം, ചിലപ്പോൾ ബൈപ്പാസ് ചെയ്യേണ്ടി വരാനും സാധ്യതയുണ്ട്. ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഈ രണ്ട് ചികിത്സകളും നമ്മൾ പലപ്പോഴും പല ആളുകളും പറയാറുള്ള പോലെ വിരുദ്ധമായ ചികിത്സകളല്ല, മറിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പരസ്പര പൂരകങ്ങളായ ചികിത്സകളാണ്. രണ്ടിന്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. എന്താണ് ലക്ഷ്യം? രക്തോട്ടം കൂട്ടിക്കൊടുക്കുക. അത് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ മാത്രമാണ് വ്യത്യാസമുള്ളത്. അതിനർത്ഥം ആൻജിയോപ്ലാസ്റ്റി ചിലർക്ക് ആൻജിയോപ്ലാസ്റ്റിയെ പറ്റൂ, അല്ലെങ്കിൽ ചിലർക്ക് ബൈപ്പാസേ പറ്റൂ, അങ്ങനെയൊന്നുമില്ല. ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചികിത്സകളാണ്. അത് നിശ്ചയിക്കുന്നത് രോഗിയുടെ കണ്ടീഷൻ, അതിന്റെ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റിന്റെ അർജൻസി, എത്ര രക്തധമനി ബ്ലോക്കുകളുണ്ട്, പ്രായം, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. ചില സമയത്ത് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി മാത്രം മതിയായിരിക്കാം, ചില സമയത്ത് ബൈപ്പാസ് ചെയ്തേ പറ്റുകയുള്ളായിരിക്കാം. ഉദാഹരണത്തിന് മൾട്ടിപ്പിൾ രക്തധമനികൾക്ക് അത് ബ്ലോക്ക് ഉള്ളപ്പോൾ, രക്തധമനികൾക്ക് കാൽഷ്യം ഡിപ്പോസിഷൻസ് വളരെയേറെ ഉള്ളപ്പോൾ, പ്രത്യേകിച്ച് ഡയബറ്റിക് രോഗികളാണ് എങ്കിൽ, ശാഖകൾക്ക് പല സ്ഥലങ്ങളിൽ ബ്ലോക്ക് ഉള്ളപ്പോൾ, നമ്മുടെ ലക്ഷ്യം എത്രമാത്രം ഭാഗത്തോട്ട് രക്തോട്ടം എത്തിക്കാൻ പറ്റുമോ അത്രയും ഭാഗത്തോട്ട് രക്തോട്ടം എത്തിക്കാൻ അതിന് ഏറ്റവും മികച്ച മാർഗം ഏതാണ് എന്നുള്ളതാണ്. സോ ഒരു രക്തധമനി മാത്രം ബ്ലോക്ക് ഉള്ളപ്പോഴോ, അല്ലെങ്കിൽ 1-2 രക്തധമനി മാത്രം ബ്ലോക്ക് ഉള്ളപ്പോൾ ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റി കുറച്ചുകൂടെ നല്ല ചോയ്സ്. എന്നാൽ ചിലർക്ക് പല ബ്ലോക്കുകളുണ്ട്, ഡയബറ്റിക് രോഗിയാണ്, കാൽഷ്യം ഡിപ്പോസിഷൻസ് ഉണ്ട്, ധാരാളം ഭാഗത്തോട്ട് രക്തോട്ടം എത്തിക്കേണ്ടതുണ്ട്, ബ്രാഞ്ചുകൾക്ക് ബ്ലോക്ക് ഉണ്ട് എങ്കിൽ അവിടെ ആൻജിയോപ്ലാസ്റ്റിയെക്കാട്ടും കൂടുതൽ മികച്ചത് ഒരു പക്ഷേ ബൈപ്പാസ് ആയിരിക്കും. ആ തീരുമാനമെടുക്കേണ്ടത് നിങ്ങളുടെ ഡോക്ടറാണ്. അത് രോഗിയുടെ പ്രായം, ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ, ട്രീറ്റ്മെന്റിന്റെ അർജൻസി, വെയിറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് പല കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും ആ തീരുമാനം എടുക്കാറുള്ളത്. So, sir, you have given us a very nice and very detailed description of the treatment option. Now, with your years of experience, because sir, from the time of AIMS തൊട്ട് sir cardiac patients കണ്ടുകൊണ്ടിരിക്കും, സാറുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു നല്ലൊരു ഹാപ്പി മൂമെന്റ്, and if there is a sad moment, could you share with us? തീർച്ചയായിട്ടും. ഒരു കാർഡിയോളജിസ്റ്റ് എന്ന നിലയിൽ എല്ലാ ദിവസവും എന്താ പറയുന്നത്, ജീവിതവും മരണവുമായിട്ട് ചെറിയ നൂൽപ്പാലത്തിൽ കൂടെ നടന്നു പോകുന്ന ധാരാളം ആളുകൾ എല്ലാ ദിവസവും കാണുന്ന ഒരാളാണ്. കാരണം ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ, ഇത് പാതിരാത്രിയിലാണെങ്കിൽ ഒരു രോഗി നമ്മുടെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് നമ്മൾ അത്രമാത്രം വിശ്വാസത്തോടു കൂടി എടുക്കുന്നത്. കാരണം ആ സമയത്ത് നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ പ്രവർത്തികൾ ആ ഒരാളെ മാത്രമല്ല ബാധിക്കുന്നത്, അത് തീർച്ചയായിട്ടും ആ ഫാമിലിയെ തന്നെ ബാധിക്കുന്നത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത്രമാത്രം വൈകാരികമായിട്ടാണ് ഓരോ പ്രാവശ്യവും നമുക്ക് ഇത്തരം ആളുകളെ നമ്മൾ കാണുന്നതും. ജീവിതത്തിലെ ഏറ്റവും നൈമിഷികമായ ഒരു മൂമെന്റിലാണ്, ഏറ്റവും ബുദ്ധിമുട്ടേറുന്ന നൈമിഷികം ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് തീരുമാനങ്ങൾ ശരിയായ വിധം എടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് ജീവൻ പൊലിഞ്ഞു പോകാനുള്ള സകല സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക എന്ന് പറയുന്നതും ഒരു ജീവൻ തിരിച്ചു പിടിക്കുന്നതിന് തുല്യം തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം കൂടി ഞാൻ എൻജോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ഒരാളെ രക്ഷിച്ചെടുക്കുക എന്ന ദൗത്യം തന്നെയാണ്. അതുമൂലം ധാരാളം മികച്ച അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെയും ചിലപ്പോൾ നമുക്ക് ചില ജീവിതങ്ങൾ തിരിച്ചു പിടിക്കാൻ പറ്റുകയുമില്ല. കാരണം ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്നതായിരിക്കാം, ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങളായിരിക്കാം. മനസ്സിലായാലും, ഉദാഹരണത്തിന് രോഗി വളരെ ലേറ്റ് ആയിട്ട് വന്നു, ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ തീരെ മോശമാണ്, ഹൃദയത്തിന്റെ പമ്പിങ് പ്രവർത്തനങ്ങൾ തീരെ മോശമായിരിക്കുന്ന അവസ്ഥ, പ്രഷറും മറ്റു കാര്യം കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥ, അങ്ങനെയുള്ളപ്പോഴത്തേക്ക് ആ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുകയുമില്ല. സോ ഒരേ രോഗത്തെ ചികിത്സിക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ ദൈനംദിന എന്നോളം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേ രോഗത്തെ ചികിത്സിക്കുമ്പോൾ തന്നെ പലപ്പോഴും ദുഃഖകരമായ അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്.
അതാണ് ഈ സ്പെഷ്യാലിറ്റി ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയും. മറ്റു സ്പെഷ്യാലിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ തീരുമാനങ്ങൾ എത്രയും പെട്ടെന്ന് കൃത്യമായ തീരുമാനം എടുത്തില്ല എങ്കിൽ ഒരാളുടെ ജീവൻ പൊലിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോ ഈ ഒരു സമയത്ത് ഇപ്പോ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു, ഇതിന് കുറച്ച് പേഷ്യന്റ് റിലേറ്റീവ്സിനെ കൗൺസിൽ ചെയ്യാനായ ഒരു സ്കില്ലാണ്, എസ്പെഷ്യലി ബിക്കോസ് ഇറ്റ്സ് എ ലൈഫ് ഓർ ഡെത്ത് സിറ്റുവേഷൻ. എങ്ങനെയാണ് സർ, എത്ര ടൈം സ്പെൻഡ് ചെയ്യും, ഓർ വാട്ട് ഈസ് യുവർ സ്ട്രാറ്റജി? നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൃത്യമായ ധാരണ ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് എത്രയും പെട്ടെന്ന് ചികിത്സിക്കണം എന്ന് പറയുന്നത്? അത് ആദ്യത്തെ ഒരു മണിക്കൂറിൽ നമ്മൾ ഏറ്റവും മികച്ച ചികിത്സ കൊടുത്ത് രോഗി വേദനയുമായി ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചികിത്സ കൊടുക്കേണ്ടത് ആ മസിലുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായത്? നമ്മൾ കുറച്ച് കഴിഞ്ഞ് സമയം താമസിക്കും തോറും ഹൃദയത്തിന്റെ മസിലുകളുടെ പ്രവർത്തന ശേഷി കുറഞ്ഞു പോവുകയും അത് പിന്നീട് നമ്മൾ കുറച്ച് ഡിലേ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊരു പ്രയോജനം ലഭിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്ക്. ആ കാര്യം രോഗിയെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ആളുകൾ നമ്മളോട് പലപ്പോഴും ഡിമാൻഡ് ചെയ്യാറുണ്ട്, ഡോക്ടറെ എനിക്ക് ആൻജിയോപ്ലാസ്റ്റി വേണം. ആളുകളുടെ അവബോധം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ എന്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടി വരുന്നത്, നിങ്ങളുടെ പ്രശ്നം എന്താണ്, ഇത് ചെയ്താലുള്ള ഗുണം എന്താണ്, ഇത് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്ന് വളരെ കൃത്യമായി രോഗിയോട് സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞ് അപ്പോൾ പൂർണ്ണമായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ, കാരണം ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക എന്നുള്ള വളരെ സാമ്പത്തിക ചെലവേറിയ ഒരു ഇന്നത്തെ കാലഘട്ടത്തിലല്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നല്ലൊരു ശതമാനം ആളുകൾക്കും ഇന്ന് അഫോർഡബിൾ ആയിട്ടൊരു ചികിത്സയാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ധാരണ കുറവായിരുന്നു, തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു, സാമ്പത്തികമായ ചെലവേറിയതായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ഒരു പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി രോഗിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ, തിരസ്കരിക്കാനുള്ള സാധ്യതയെക്കാട്ടും. ഇപ്പോൾ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി മിക്ക സമയത്തും സക്സസ്ഫുൾ ആവാൻ സാധ്യതകളുണ്ട്. ചില സമയത്ത് ചില കോംപ്ലിക്കേഷൻസോ ഫെയിലിയേഴ്സ് വരാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സാർ എങ്ങനെയാണ് നേരിടുന്നത്? തീർച്ചയായിട്ടും. കാരണം നമ്മൾ അങ്ങനെ ഇത്ര വർഷത്തെ ട്രെയിനിങ്ങിനിടയ്ക്ക് നമ്മൾ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ സക്സസ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടത് നമുക്ക് ഫെയിലിയറോട് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ചില സാഹചര്യങ്ങളിൽ നമുക്ക് മരണനിരക്ക് 80 മുതൽ 90% ഘട്ടങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഒരു മേജർ ഹാർട്ട് അറ്റാക്ക്, കാർഡിയനിക് ഷോക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ആ കാർഡിയനിക് ഷോക്കിന്റെ മരണാവസ്ഥ ഒരു 70-80% ആണ്. അത് അക്സെപ്റ്റ് ചെയ്തതിൽ പറ്റുള്ളൂ. നമ്മൾ അവിടെ ഉള്ളപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതിന്റെ ആ 20% വേണ്ടി മാത്രമാണ് എന്ന് രോഗിയെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിന് നമ്മളെ സഹായിക്കാനായിട്ട് പണ്ടത്തെ വ്യത്യസ്തമായിട്ട് ധാരാളം ടെക്നോളജിയും അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ സമയത്ത് കാർഡിയനിക് ഷോക്ക് ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ സാധാരണ ആൻജിയോപ്ലാസ്റ്റി പോലെയല്ല. ചില മെഷീനുകൾ നമ്മളെ സഹായിക്കും, വെന്റിലേറ്ററുകൾ നമ്മളെ സഹായിക്കും. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അതിന്റെ ഔട്ട്കംസ് കുറച്ചുകൂടെ ബെറ്റർ ആകാൻ സാധ്യതയുമുണ്ട്. സോ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക, നമ്മൾ ഒരു 70 മുതൽ 80% മരണനിരക്കിലുള്ള രോഗത്തെ അഭിമുഖീകരിക്കുന്നത് എന്ന് നമ്മൾ തന്നെ സ്വയം ബോധ്യപ്പെടുകയും, 2 അത് മറ്റുള്ളവരോട് പറയുക, രോഗിയുടെ റിലേറ്റീവ്സ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ സാർ ഈ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യ ലോട്ട് ഓഫ് ഡെത്ത്. ഷുവർ. അപ്പൊ അതില് ചില സമയത്ത് ഇമോഷണലി ഹാർഡ് ആവാം, ഓർ യു മേ ബിക്കം ഇമോഷൻലെസ്. അങ്ങനെ സാർ ഇമോഷണലി ഇൻക്ലൈൻഡ് ആണോ, ഓർ ഓവർ ദി ഇയേഴ്സ് ഹാവ് യു ബിക്കം ഇമോഷൻലെസ്? ഇമോഷൻലെസ് എന്നൊരിക്കലും ഞാൻ പറഞ്ഞു, ഞാൻ വളരെ ഇമോഷണൽ ആയിട്ട് ഒരാൾ തന്നെയാണ്. പ്രത്യേകിച്ച് മരണങ്ങൾ നമ്മളെ ബാധിക്കാറുണ്ട്. കാരണം ഈ പല രോഗികളോട് നമുക്ക് വളരെ വ്യക്തിപരമായ ബന്ധമുണ്ട്, വ്യക്തിപരമായി അറിയാവുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവരുടെ മരണം നമ്മളെ പിടിച്ചുലയ്ക്കുക തന്നെ ചെയ്യും. പക്ഷെ നമ്മൾ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക, നമ്മൾ അവിടെ ചെയ്തത് രോഗിയുടെ ജീവൻ രക്ഷിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ്. അത് എപ്പോഴും സാധ്യമാകണമെന്ന് നിർബന്ധമില്ല. അത് രോഗത്തിന്റെ അവസ്ഥയാണ്. ഞാനെന്നൊരാളുടെ മാത്രം പ്രശ്നമല്ല. ആ രോഗത്തിന്റെ അവസ്ഥ മൂലം എനിക്ക് എപ്പോഴും ജീവൻ രക്ഷിക്കാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. അത് ലോകത്ത് എവിടെയും അങ്ങനെ തന്നെയാണ്.
പക്ഷെ നമ്മൾ ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് ചെയ്യാവുന്നത് എന്തെങ്കിലും അതിലധികമായിട്ടുണ്ടായിരുന്നു എന്ന ചിന്ത മാത്രമാണ് എന്നെ നയിക്കേണ്ടത്. അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കുവാനായി എൻ്റെ എല്ലാ പ്രയത്നങ്ങളും ഞാൻ നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിനകത്ത് കൂടുതൽ വിഷമിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. വല്ലപ്പോഴും റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്ന്, പേഷ്യന്റ് റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്ന് വല്ല നെഗറ്റീവ് ബിഹേവിയർ സാറിന് കിട്ടിയിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും ഞാൻ പറയാം, നമ്മുടെ മെഡിക്കൽ പ്രൊഫഷന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജുകൾ ഒന്നാണ് നമ്മളെല്ലാ കാര്യങ്ങളും രോഗികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിൽ തന്നെ നമ്മൾ പറയുന്ന ഇന്റൻസിറ്റിയിൽ അവർ ഉൾക്കൊള്ളണമെന്ന് നിർബന്ധമില്ല, അവർക്ക് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. അത് പലപ്പോഴും ചെറുതോ വലുതോ ആയ പ്രശ്നങ്ങളിലേക്ക് പലപ്പോഴും നയിക്കാറുണ്ട്. ഞാനും എല്ലാ ദിവസവും അത് നേരിടുന്ന ഒരാളാണ്. പക്ഷേ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നമ്മൾ ഈ പ്രൊഫഷൻ എത്തിക്കലി പ്രാക്ടീസ് ചെയ്യുന്നത് ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ്, അത് ജീവൻ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ ചെറുതോ വലുതുമായ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ബോധർ ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആളുകളെ എപ്പോഴും നമുക്ക് മനസ്സിലാക്കുകയും ആളുകളുടെ മുഴുവൻ ധാരണകൾ ശരിയാക്കിയ ശേഷം മാത്രം ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കില്ല. സാർ ഈ ഹോസ്പിറ്റലിൽ കാണുന്ന സ്ട്രെസ് ഒക്കെ വീട്ടിൽ ചെന്ന എങ്ങനെയാണ് സാർ മാനേജ് ചെയ്യുന്നത്? ഇത് സ്വാഭാവികമായിട്ട് ഇത്ര വർഷങ്ങളുടെ ഭാഗമായി നമ്മൾ തന്നെ പരുവപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ കുടുംബം പരുവപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ ഭാര്യയും നമ്മുടെ അടുത്തിരിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഈ സ്ട്രെസ്സിനെ എങ്ങനെ തരണം ചെയ്യാൻ പറ്റുമെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളാണ്. അത് ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ നമ്മൾ കയറി കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് മാറ്റം നമ്മളിൽ ഉണ്ടായിക്കോളും. ഇത് ആശുപത്രി ഉണ്ടാകുന്ന ഒരു ടെൻഷൻ അങ്ങനെ കാര്യമായിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുടുംബത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകാറില്ല. അത് കുടുംബത്തിന്റെ അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിന് തടസ്സങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടാക്കാറില്ല. ഇപ്പോൾ സാറിന് 2022 ചെറിയൊരു സ്റ്റിന്റ് ഒരു സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഇപ്പോൾ ഡോക്ടേഴ്സ് പൊളിറ്റിക്സ് ജോയിൻ ചെയ്ത വാട്ട് ഡിഫറൻസ് ക്യാൻ ഇറ്റ് മേക്ക്? ഇതേ ചോദ്യം 2022 മുതൽ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർക്ക് എന്ത് വ്യത്യാസമാണ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ചെറുതോ വലുതോ ആയ ഏതൊരു കാര്യത്തെയും നിശ്ചയിക്കുന്നത് രാഷ്ട്രീയമാണ്. ഞാൻ പറഞ്ഞ കക്ഷി രാഷ്ട്രീയമല്ല, മറിച്ച് പൊളിറ്റിക്സ് നമ്മുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെറുതോ വലുതോ ആയ റോള് എല്ലാ ദിവസവും എല്ലാ നിമിഷവും ഉണ്ട്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ആകുക എന്ന് പറയുന്നത് ഏറ്റവും മോശം കാര്യമൊന്നുമല്ല. പൊളിറ്റിക്കൽ ആകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോരുത്തരും, അത് പ്രൊഫഷൻ വൈസ് എന്നല്ല, ഓരോരുത്തരും ഇടപെടേണ്ട ഒരു മേഖലയാണ് പൊളിറ്റിക്സ് എന്ന എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, രാഷ്ട്രീയമായി ചിന്തിക്കുക, രാഷ്ട്രീയമായി പ്രവർത്തിക്കുക, അത് ഏറ്റവും മോശമായ കാര്യം. അങ്ങനെയല്ല. അത് നമ്മുടെ ജീവിതവുമായിട്ട് ദൈനംദിനമായിട്ട് ഇടപെടുന്നതിന്റെ ഒരു നേർചിത്രമാണ്. ഇടപെടുന്നതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പറയും ഏറ്റവും മികച്ചത് പൊളിറ്റിക്കൽ ആവുക. ഞാൻ ആ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന ആളെയല്ല. നമ്മൾ എത്രമാത്രം പൊളിറ്റിക്കൽ ആവുമോ അത്രമാത്രം പൊളിറ്റിക്കൽ. അതിന് പക്ഷെ മാർഗമായി നമ്മൾ കക്ഷി രാഷ്ട്രീയം സ്വീകരിക്കണോ വേണ്ടയോ എന്നത് രണ്ടാമത്തെ ചോദ്യം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ഇടപെടേണ്ട ഒരു മേഖലയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ പൊളിറ്റിക്സിന് കൂടുതൽ ശോഭ കൈവരിക്കുകയുള്ളൂ. കൂടുതൽ അത് ധാരാളം ആളുകൾ വന്നാൽ മാത്രമേ അത് കൂടുതൽ മെച്യൂർ ആകുകയും ചെയ്യുന്ന വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പലപ്പോഴും പല വിദേശ രാജ്യങ്ങളിലും എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ പറയും നമ്മളെല്ലാം രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയുമ്പോൾ മറ്റൊരു വിദേശ രാജ്യങ്ങളൊക്കെ കൂടുതൽ പ്രൊഫഷണൽസ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യാറുള്ളത്. മനസ്സിലായത്? ഉദാഹരണത്തിന് അമേരിക്കയിൽ ചില സൊസൈറ്റികളുണ്ട്. ആ സൊസൈറ്റികൾ വളരെ പ്രൊഫഷണൽ ആയിട്ടും അവിടുത്തെ ഏറ്റവും ഇന്റലക്ച്വൽ ആയിട്ട് ആളുകളും അവിടുത്തെ ശാസ്ത്ര സമൂഹത്തിലെ ആളുകളും ഒക്കെയുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. അവരുടെ പഠനങ്ങൾ കാണിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് ഉള്ള ആളുകൾ കൂടുതൽ വോട്ടിംഗ് ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റ് ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവർ കൂടുതൽ പൊളിറ്റിക്കലി ഓറിയന്റഡും കൂടുതൽ അവരുടെ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ പങ്കാളിയാകുന്നു. 2, അവർ കൂടുതൽ ഡെമോൺസ്ട്രേഷൻസിൽ പങ്കെടുക്കുന്നു.
3 പൊളിറ്റിക്സിൽ ഡൊണേഷൻസ് അവർ കൂടുതൽ കൊടുക്കുന്നു. 4 ചില NGO പോലുള്ള NGOs കൂടുതൽ അവര് ഫോം ചെയ്യുന്നു. മനസ്സിലായത്? കാരണം ഇങ്ങനെയുള്ള ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ. ജനാധിപത്യത്തിൽ ഇടപെട്ടാൽ മാത്രമേ അത് കൂടുതൽ ഭംഗിയുള്ളതാകുകയും കൂടുതൽ ഫ്രൂട്ട്ഫുൾ ആകുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് ഏതൊരു പ്രൊഫഷണൽ ആളുകളും പൊളിറ്റിക്കലി ആക്റ്റീവ് ആകേണ്ടത് അത്യാവശ്യമാണ്. അതിന് ഏത് മാർഗം സ്വീകരിക്കുന്നു എന്നത് വ്യത്യസ്തമാകാം. ഞാൻ എൻ്റെ മാർഗം പ്രകടമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അത് ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നതേ ഇല്ല. നമുക്ക് ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ ഒരു പൊളിറ്റിക്കൽ ബീയിങ് ആകുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. I think that's a very important point, sir. I think it's very relevant. ഇപ്പോഴത്തെ സൊസൈറ്റിക്ക് വേണ്ടി ഒരു റിലവൻറ്റ് പോയിന്റ് ആണ്. സോ താങ്ക് യു ഫോർ ഷെയറിങ് അബൌട്ട് ദിസ്. സോ വിർ ഓൾമോസ്റ്റ് ഞങ്ങളുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാറായി. എനി ഫ്യൂ സിമ്പിൾ ആൻഡ് ഈസി പോയിന്റേഴ്സ് ഫോർ അപ്കമിങ് കാർഡിയോളജി റെസിഡൻസ്? എന്താണ് സാറിന്റെ ഫ്യൂ പോയിന്റേഴ്സ്? ഇന്ന് കാർഡിയോളജിയുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഒരു കാലഘട്ടത്തിൽ കാർഡിയോളജി ഏറ്റവും മികച്ച സ്പെഷ്യാലിറ്റികൾ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ഒന്നാണ്. പക്ഷെ ഇന്ന് അത് എടുക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. കാരണം ട്രെയിനിങ് പീരീഡ് വളരെ ബുദ്ധിമുട്ടുള്ള ട്രെയിനിങ് പീരീഡ് ആണ്. 2, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസും കുറഞ്ഞു വരികയാണ്. പക്ഷേ ഈ സ്പെഷ്യാലിറ്റിയുടെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് 2 ആസ്പെക്റ്റും ഉള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ്. മറ്റു മെഡിക്കൽ സ്പെഷ്യാലിറ്റിയിൽ വ്യത്യസ്തമായി ഒന്നൊരു സയന്റിഫിക് ആസ്പെക്ട് ഏറ്റവും അധികമുള്ളതാണ്. കാരണം ഏറ്റവും അധികം പഠനങ്ങളും ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ഏരിയയാണ് കാർഡിയോവാസ്കുലർ ഡിസീസ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ടെക്നോളജിക്കലി കൂടുതൽ അഡ്വാൻസ് നടക്കുന്ന ഒരു മേഖലയും കൂടിയാണ് കാർഡിയോളജി. സോ ഇത്ര മികച്ചൊരു കോമ്പിനേഷൻ, ഒരു സയന്റിഫിക് അഡ്വാൻസ്മെന്റിന്റെ ഒരു സൈഡ് നടക്കുന്നു, 2 ടെക്നോളജിക്കൽ അഡ്വാൻസ് മറ്റൊരു സൈഡ് നടക്കുന്നു. ഇത് രണ്ടും കൂടി ഇത്രമാത്രം നല്ല രീതിയിൽ നടക്കുന്ന സ്പെഷ്യാലിറ്റി വേറെ ഒരു സ്പെഷ്യാലിറ്റിയും ഇല്ല എന്ന് ഞാൻ പറയും. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇനിയും നല്ല സ്കോപ്പുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ് കാർഡിയോളജി. മികച്ച അവസരമാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ഈ മേഖലയിലേക്ക് കടന്നു വരാനായിട്ട് യങ്സ്റ്റേഴ്സ് യാതൊന്നും ഭയപ്പെടേണ്ട ഇല്ല എന്നാണ്. നിങ്ങൾക്ക് ഏറ്റവും സൊസൈറ്റിയെ മാത്രമല്ല ഒരു മനുഷ്യനെ അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു സമയത്ത് സഹായിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് കാർഡിയോളജി. അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. താങ്ക് യു വെരി മച്ച് സർ ഫോർ ഷെയറിംഗ് യുവർ തോട്ട്സ്. ഇറ്റ്സ് an honor talking to you, and especially I'm so proud that I'm talking to a person who's come out from AIIMS and a very established cardiologist. So thank you once again for coming on to Med Ventures. Wishing you and your complete team at Lissi Hospital all the best. Thank you, Dr. Vivek. ഞാൻ അതുപോലെ തന്നെ വിവേകിനും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. കാരണം വെച്ചാൽ ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് പല ഡോക്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറില്ല. കാരണം ഒരു യൂട്യൂബ് ചാനൽ മെയിൻറ്റെയിൻ ചെയ്യുക, യൂട്യൂബ് ചാനലിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വ്യത്യസ്തമായിട്ടൊരു മേഖലയാണ്. ഒരിക്കൽ പോലും പല ഡോക്ടേഴ്സിനും പലപ്പോഴും പറ്റാത്തൊരു മേഖലയാണ്. അതുകൊണ്ട് ഈ ഇനീഷ്യേറ്റീവായിട്ട് എടുത്തിരിക്കുന്ന വിവേകിന് എല്ലാ ആശംസകളും. അതുപോലെ തന്നെ കൂടുതൽ ഇത് ചാനൽ അതിന്റെ കണ്ടന്റ് മറ്റുള്ളവരേക്ക് എത്താൻ പറ്റുകയും ചെയ്യട്ടെ. വിവേകിന്റെ ടീമിനും എല്ലാ ആശംസകളും ഞാനും നേരുന്നു. ഓക്കെ, താങ്ക് യു സർ.